Praise the Lord. ദൈവത്തിന് സ്തോത്രം. Let's read again from Matthew chapter 21 and read verses 42 to 44. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും വായിക്കാം. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നുവെന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേൽ എങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. Jesus said unto them, Did ye never read in the scriptures, the stone which the builders rejected, the same is become the head of the corner? This is the Lord's doing, and it's marvelous in our eyes. Therefore say I unto you, the kingdom of God shall be taken from you and given to a nation bringing forth the fruits thereof. And whosoever shall fall on this stone shall be broken, but on whomsoever it shall fall, it will grind him into powder. This is the sad story of a nation that rejected God. ദൈവത്തെ തള്ളിക്കളഞ്ഞതായ ഒരു രാജ്യത്തിന്റെ ദുഃഖകരമായ കഥയാണിത്. Israel did not choose God, God chose Israel. ഇസ്രായേൽ അല്ല ദൈവത്തെ തിരഞ്ഞെടുത്തത്, ദൈവമാണ് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. As a nation, they were the first nation to know the true and the living God. യഥാർത്ഥ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ ആദ്യ ജാതി അവരായിരുന്നു. Time and again they rejected God, and finally when he came personally, they rejected him. അവർ പല പ്രാവശ്യം ദൈവത്തെ തള്ളിക്കളയുകയുണ്ടായി. അവസാനം ദൈവം വ്യക്തിപരമായി ഇറങ്ങി വന്നപ്പോൾ അവനെയും തള്ളിക്കളഞ്ഞു. Jesus said, if you do that, you're going to be broken, and they still did it, and till today they are broken. യേശു പറഞ്ഞു, നിങ്ങൾ അപ്രകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തകർക്കപ്പെടും. അവരത് ചെയ്തു. ഇന്നും അവർ തകർക്കപ്പെട്ട അവസ്ഥയിൽ കാണപ്പെടുന്നു. From that day till today, enemy after enemy has been using them like a mat to tread on. അന്നു മുതൽ ഇന്ന് വരെയും ശത്രു അവരെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ചവിട്ടുവാനുള്ള ഒരു പായ പോലെ, ചവിട്ടി പോലെ ഉപയോഗിക്കുകയാണ്. And till today they haven't realized their error. ഇന്ന് വരെയും അവരവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ടില്ല. The Bible says till today when they read Moses, the veil is before their eyes. വേദപുസ്തകം പറയുന്നത് ഇന്നും അവർ മോശയെ വായിക്കുമ്പോൾ അവരുടെ മുഖത്ത് മൂടുപടം ഇട്ടിരിക്കുന്നു എന്ന്. The Old Testament has plenty of Jesus hidden in the scriptures. പഴയ നിയമകാലത്ത് ആ തിരുവെഴുത്തുകളിൽ യേശു പലയിടങ്ങളിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. But this veil is before their eyes, before every Jew's eyes, so that even today when they read the Old Testament they can't discover that Jesus hidden in their scriptures. എന്നാൽ ഈ മൂടുപടം ആ ഓരോ യഹൂദന്മാരുടെയും കണ്ണിന് മുമ്പാകെ കിടക്കുന്നതുകൊണ്ട് അവർ ആ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ അവർ അതിൽ മറഞ്ഞിരിക്കുന്ന യേശുവിനെ അവർക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. Finally when Jesus came personally, they took him and they said, this stone is not fit for this building, and rejected him. എന്നാൽ അവസാനം യേശു തന്നെ വ്യക്തിപരമായിട്ട് ഇറങ്ങി വന്നപ്പോൾ അവർ ആ കല്ല് നോക്കിയിട്ട് പറയുകയാണ്, ഈ കല്ലുകൊണ്ട് വീട് പണിയുവാൻ കൊള്ളുകയില്ല. And they rejected him. അവർ തന്നെ തള്ളിക്കളഞ്ഞു. Now God has rejected those builders and given this building work into our hands. ദൈവം ആ വീട് പണിയുന്നവരെ തള്ളിക്കളഞ്ഞിട്ട് ഈ വീട് പണി നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. How much better are we in doing this building work than they? അവരെക്കാൾ നാം ഈ വീട് പണിയുന്നതിൽ എത്രത്തോളം നന്നായിരിക്കുന്നു. God has warned us saying, beware, if God spared not the natural branches, take heed lest he spare not thee. ദൈവം നമുക്ക് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയി എങ്കിൽ നിങ്ങളെയും ആദരിക്കാതെ വന്നേക്കാം. That means if we are careless in doing this building work, അതായത് ഈ വീട് പണിയുന്നതിൽ നാം അശ്രദ്ധയുള്ളവരാകുന്നുവെങ്കിൽ, if we are not going to do what he says, അവൻ പറയുന്നത് നാം ചെയ്യുന്നില്ല എങ്കിൽ, just like those builders are rejected, we will be rejected too. ആ വീട് പണിയുന്നവർ തള്ളിക്കളയപ്പെട്ടതുപോലെ നമ്മയും തള്ളിക്കളഞ്ഞേക്കാം. What will happen then? അപ്പോൾ എന്ത് സംഭവിക്കും? We will claim to be the true church, and we will claim to be God's own people, chosen people, and so on. But then the work of perfection will be going on somewhere else. We'll get stuck. നാം ദൈവത്തിന്റെ സത്യസഭയെന്ന് അവകാശപ്പെട്ടിട്ട് ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും മൃതന്മാരും എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സഭയെ പൂർണ്ണപ്പെടുത്തുന്ന പ്രവൃത്തി മറ്റെവിടെയെങ്കിലും നടന്നുകൊണ്ടിരിക്കും. You look at the Israelites today. ഇന്നുള്ള ഇസ്രായേലിനെ നോക്കുക. They are still boasting that they
they are God's true people. അവരാണ് ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് അവർ ഇന്നും പ്രശംസിക്കുന്നുണ്ട്. The New Testament says God has rejected them. എന്നാൽ പുതിയ നിയമം പറയുന്നത് ദൈവം അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. But still, if they come to Jesus, they will be accepted. എങ്കിലും അവർ യേശുവിലേക്ക് വരുന്നുവെങ്കിൽ തീർച്ചയായും അവരെയും സ്വീകരിക്കും. But they are claiming that till today they are God's people. പക്ഷെ അവർ ഇന്നും അവകാശപ്പെടുന്നത് അവരാണ് ദൈവത്തിന്റെ ജനമെന്ന്. You look at the early church, the first century church, it still existed today. You ask them, they come in another name, that's all. You ask them, they will say, we are God's people. ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്ന സഭയെ നാം നോക്കിയാൽ ആ കൂട്ടം ഇന്നുമുണ്ട്, മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. നാം അവരോട് പോയി ചോദിച്ചാൽ അവർ പറയും ഞങ്ങളാണ് യഥാർത്ഥ സഭ. In the 3rd century, the Orthodox Church got separated, and they will claim, we saw the corruption in the early church and we separated ourselves, we are the true church. മൂന്നാം നൂറ്റാണ്ടില് ഓർത്തഡോക്സ് സഭ വേർപെട്ട് വരികയുണ്ടായി. സഭയിലുണ്ടായ ആ അഴിമതി കണ്ടിട്ട് ഞങ്ങൾ വേർപെട്ട് പോകുന്നതാണ്, ഞങ്ങളാണ് യഥാർത്ഥ സഭയെന്ന് അവരും അവകാശപ്പെടും. In the 16th century, the Protestant Reformation took place. You ask the Protestants, they will say, we are the true church. 16ാം നൂറ്റാണ്ടില് ഒരു നവീകരണ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. ആ പ്രൊട്ടസ്റ്റന്റ് സഭയോട് ചോദിച്ചാൽ അവരും പറയും ഞങ്ങളാണ് യഥാർത്ഥ സഭ. In the 20th century, the Pentecostal revival broke out, and you ask the Pentecostals, they will say, we are the true church. 20ാം നൂറ്റാണ്ടില് പെന്തക്കോസ് ഉണർവ് ആരംഭിക്കുകയുണ്ടായി. പെന്തക്കോസുകാരോട് ചോദിച്ചാൽ അവര് പറയും ഞങ്ങളാണ് യഥാർത്ഥ സഭ. Who is this true church then? അപ്പോൾ ആരാണ് യഥാർത്ഥ സഭ? We will know only when Jesus comes. യേശു വരുമ്പോൾ മാത്രമേ നാം അത് അറിയുകയുള്ളൂ. That's why St. Paul says, they that run in a race run all are running. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, but one receiveth the prize. പക്ഷെ ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. Today there are more than 30,000 denominations, 30,000 churches in this world. ഇന്ന് ലോകത്തിൽ 30,000-ലധികം സഭകളുണ്ട്. Who's going to win the race? ആരാണ് ഓട്ടം ഓടി വിരുദ് പ്രാപിക്കുവാൻ പോകുന്നത്? When Jesus comes, one receiveth the prize. യേശു വരുമ്പോൾ ഒരുവനെ വിരുദ് പ്രാപിക്കുകയുള്ളൂ. And then St. Paul says, therefore run that you may obtain. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. And according to our context, let us build that we may obtain. നാമും ആ വിരുദ് പ്രാപിക്കേണ്ടതിന് ഈ വീട് പണി നമുക്ക് തുടരാം. Yesterday we saw about the stone falling. നാം ഇന്നലെ വീഴുന്ന കല്ലിനെ കുറിച്ച് കാണുകയുണ്ടായി. If the stone falls on you, you will be ground to powder. ഈ കല്ല് നിങ്ങളുടെ മേൽ വീഴുന്നുവെങ്കിൽ അത് നിങ്ങളെ ധൂളിപ്പിക്കും. One aspect of that is what we saw yesterday in Daniel chapter 2 about the stone coming and colliding with the image that Nebuchadnezzar saw. ഇന്നലെ നാം ആ കല്ലിന്റെ ഒരു ഭാഗം കാണുകയുണ്ടായി. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തില് നെബൂഖദ്നേസർ രാജാവ് കണ്ട ആ വലിയ ബിംബത്തിന്മേൽ ഈ കല്ല് പറഞ്ഞു വന്ന് അതിനെ ഇടിച്ച് തകർക്കുന്നതായിട്ട് നാം കണ്ടു. That stone refers to Jesus Christ. ആ കല്ല് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. And this coming and colliding, the stone coming and colliding with the image shows how all the kingdoms of this world will come to an end at the battle of Armageddon, where Jesus comes to take control of this world. ഈ കല്ല് വന്ന് ആ ബിംബത്തെ ഇടിച്ച് തകർക്കുന്നത് ഹർമഗദോൻ യുദ്ധത്തിൽ യേശു ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുവാൻ വരുമ്പോൾ ഇന്ന് ലോകത്തിൽ നിലവിലുള്ള സകല സാമ്രാജ്യങ്ങളും രാജ്യത്വങ്ങളും എപ്രകാരം ഇല്ലാതെയായി തീരുമെന്നുള്ളതിനെയും കാണിക്കുന്നു. When Jesus comes down finally at the end of the rule of the Antichrist to take control of all the kingdoms of this world, യേശു ക്രിസ്തു എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാനം ഈ ലോകത്തിന്റെ സകല രാജ്യങ്ങളുടെയും ഭരണം ഏറ്റെടുക്കുവാനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ he is given a name. അവനൊരു പേര് നൽകപ്പെടുന്നു. Revelation chapter 19 and verse 16. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യം. രാജാധിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. And he hath on his vesture and on his thigh a name written, King of Kings and Lord of Lords. Who is Jesus? ആരാണ് യേശു? First day we saw how he was Savior. ഒന്നാം ദിവസം താൻ എങ്ങനെയാണ് രക്ഷകനായത് എന്നുള്ളത് നാം കണ്ടു. Second day we saw how he was the rejected Savior. രണ്ടാം ദിവസം താൻ എങ്ങനെയാണ് തള്ളപ്പെട്ട രക്ഷകനായത് എന്ന് കണ്ടു. Yesterday we saw how he has become the cornerstone in Zion. ഇന്നലെ എങ്ങനെയാണ് താൻ സിയോനിലെ മൂലക്കല്ലായി തീർന്നത് എന്നുള്ളത് നാം കണ്ടു. Today we are seeing how he is King of Kings and Lord of Lords. ഇന്ന് അവൻ എങ്ങനെയാണ് രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കാണാം. So when you look at this title that is given to Jesus, King of Kings and Lord of Lords, അവിടെ യേശുവിന് നൽകിയിരിക്കുന്ന ആ പേര് നാം നോക്കിയാൽ രാജാതി രാജാവും കർത്താതി കർത്താവും എന്നുള്ള പേര് നോക്കിയാൽ he is king
over some kings. താൻ ചില രാജാക്കന്മാരുടെ മേൽ രാജാവായിരിക്കുന്നു. Who are those kings? ആരാണ് ആ രാജാക്കന്മാർ? He is Lord over some lords. Who are those lords? അവൻ ചില കർത്താക്കന്മാരുടെ മേൽ കർത്താവായിരിക്കുന്നു. ആരാണ് ആ കർത്താക്കന്മാർ? They are those who are coming behind him, with him, in the battle of Armageddon to take control of this world. ഹർമഗദോൻ യുദ്ധത്തിൽ തന്നെ അനുഗമിച്ചുകൊണ്ട് തന്റെ പിന്നാലെ വരുന്നവർ, ഈ ഭൂമിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ തന്റെ പിന്നാലെ വരുന്നവരാണവർ. So in the picture that you have to frame in your mind, coming down from the skies is an army. നമ്മുടെ മനസ്സിൽ നാം ഇപ്രകാരം ഒരു ചിത്രം കാണണം. സ്വർഗത്തിൽ നിന്ന് ഒരു സൈന്യം ഇറങ്ങി വരുന്നു. Below is the Antichrist and his army waiting to resist that army. താഴെ എതിർ ക്രിസ്തുവും അവന്റെ സൈന്യവും ആ മുകളിൽ നിന്ന് വരുന്ന സൈന്യത്തോട് എതിർത്ത് നിൽക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നു. Jesus is in the front on a white horse dressed in a red vesture. യേശു ഒരു വെള്ള കുതിരപ്പുറത്ത് ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഏറ്റവും മുമ്പാകെ തന്നെ കടന്നു വരുന്നു. And behind him is an army. They are kings and lords. തന്റെ പിന്നാലെ ഒരു സൈന്യമുണ്ട്. അവരാണ് രാജാക്കന്മാരും കർത്താക്കന്മാരും. Now those people who are behind Jesus, coming with him as the army of Jesus, യേശുവിന്റെ പിന്നാലെ, യേശുവിന്റെ സൈന്യമായി അവന്റെ പിന്നാലെ വരുന്നതായ ജനം, they are very holy people, അവർ വളരെ വിശുദ്ധരാണ്, perfect in holiness. വിശുദ്ധിയിൽ പൂർണ്ണരാണ്. Even in their thoughts there is no uncleanness. അവരുടെ ചിന്തകളിൽ പോലും യാതൊരു അശുദ്ധിയുമില്ല. And they are very humble people. അവർ വളരെ താഴ്മയുള്ളവരുമാണ്. They are very loving people. വളരെ സ്നേഹിക്കുന്നവരുമാണ്. They have the same character that their leader Jesus had. അവരുടെ നേതാവായ യേശുവിനുള്ള അതേ സ്വഭാവ ഗുണങ്ങൾ അവർക്കുമുണ്ട്. Once upon a time they had so many beastly unsanctified natures. ഒരു കാലത്ത് അവരുടെ ജീവിതത്തിൽ പല മൃഗീയമായ ശുദ്ധീകരിക്കപ്പെടാത്ത പല സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. They learned to put down their weapons. അവരുടെ ആയുധങ്ങൾ താഴെ വെക്കുവാൻ അവർ പഠിച്ചു. The weapon of lies, ഭോഷ്കിന്റെ ആയുധങ്ങൾ, the weapon of anger, കോപത്തിന്റെ ആയുധങ്ങൾ, the weapon of bad language, ചീത്ത പറയുന്ന ആയുധങ്ങൾ, the weapon of using money and bribing others and getting things done illegally, പണം കൊടുത്തും കൈക്കൂലി കൊടുത്തുമൊക്കെ അന്യായമായി കാര്യങ്ങൾ സാധിക്കുന്നതായ ആയുധം, the weapon of alluring others through seductive speeches, മധുരകരമായ വശീകരണ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ആയുധങ്ങൾ. all these weapons those kings and lords who are behind Jesus, they had once upon a time, but they laid down those weapons and decided to follow Jesus, to become like Jesus. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ഇപ്രകാരമുള്ള ആയുധങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. പക്ഷേ അവർ യേശുവിനെ പോലെ ആയിത്തീരേണ്ടതിന് തങ്ങളുടെ ആയുധങ്ങളെല്ലാം താഴെ വെക്കുവാൻ തീരുമാനിച്ചു. Who are those people? ആരാണ് ആ മനുഷ്യർ? All of us who are sitting here, we are those people. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരുമാണ് ആ മനുഷ്യർ. We are those very holy, very perfect, very humble, very loving people. We are those kings and lords. നാം ആണ് ആ വളരെ വിശുദ്ധരായ, വളരെ സ്നേഹവാന്മാരായ, വളരെ താഴ്മയുള്ളവരായ, വിശുദ്ധിയിൽ പൂർണ്ണരായ ജനം. നാം ആണ് ആ രാജാക്കന്മാരും കർത്താക്കന്മാരും. How are we today? ഇന്ന് നാം എങ്ങനെയായിരിക്കുന്നു? Are we like that? നാം അതുപോലെയാണോ? Or at least are we going in that direction? അതോ ഏറ്റവും കുറഞ്ഞത് നാം ആ ദിശയിൽ സഞ്ചരിക്കുകയെങ്കിലും ചെയ്യുന്നുവോ? Or are we going in some other direction? അതോ നാം മറ്റേതെങ്കിലും ഒരു ദിശയിലാണോ പോകുന്നത്? We are all called to be in that group of kings and lords. ആ രാജാക്കന്മാരുടെയും കർത്താക്കന്മാരുടെയും കൂട്ടത്തിലായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. We all know that this is our former chief pastor A.C. Thomas's native place. ഇത് നമ്മുടെ മുൻ ചീഫ് പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ A.C. തോമസിന്റെ ജന്മസ്ഥലമാണെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. He preached a sermon in the 70s, and one thing that he said is, God has given me victory even in my thoughts. 70കളിൽ താൻ ഇപ്രകാരം ഒന്ന് പ്രസംഗിക്കുകയുണ്ടായി. താൻ പറഞ്ഞത് ഇതാണ്: ദൈവം എന്റെ ചിന്തകളിൽ പോലും എനിക്ക് ജയം തന്നിരിക്കുന്നു. Are we growing in that direction, or is that only for servants of God and chief pastors? നാം ആ ദിശയിൽ മുന്നേറി പോകുന്നുവോ അതോ അത് കർത്തൃ ശുശ്രൂഷകർക്കും അല്ലെങ്കിൽ ചീഫ് പാസ്റ്ററിനും മാത്രമുള്ളതാണോ? So this is that building. This building is we. And we are supposed to grow into that holy temple. ഇതാണ് ആ കെട്ടിടം. ഈ കെട്ടിടം ആ വിശുദ്ധ മന്ദിരമായി വളർന്നു വരേണ്ടിയിരിക്കുന്നു. So are we growing in that direction? നാം ആ ദിശയിൽ വളരുന്നുവോ? Can I say that I have grown in the past 5 years in that direction? കഴിഞ്ഞ 5 വർഷം ഞാൻ ആ ദിശയിൽ വളർന്നിരിക്കുന്നു എന്ന് എനിക്ക് പറയുവാൻ കഴിയുമോ? We've become 5 years older than before. 5 വർഷം നമുക്ക് പ്രായം കൂടി.
We may have earned some more money than before. അന്നുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി പണം നാം സമ്പാദിച്ചു. Maybe our house is bigger than before. നമ്മുടെ വീടുകളും ഒരുപക്ഷെ അന്നത്തേതിലും വലുതായിരിക്കാം. Maybe our car is different than before. അന്നുണ്ടായിരുന്നതിനേക്കാൾ നല്ലൊരു കാർ ആയിരിക്കാം എന്നുള്ളത്. But what about my heart? Has it changed? Is it growing in the nature of Christ? പക്ഷേ എന്റെ ഹൃദയം എങ്ങനെയിരിക്കുന്നു? അത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളരുന്നുവോ? Am I becoming better or am I becoming worse or am I just the same? ഞാൻ നന്നായി തീരുന്നുവോ അതോ ഞാൻ മോശമായി തീരുന്നുവോ അതോ അതേ നിലവാരത്തിൽ നിൽക്കുന്നുവോ? This calling for us to become those kings and lords, the Bible calls so great salvation. ഈ രാജാക്കന്മാരും കർത്താക്കന്മാരുമായി തീരുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിളിയെ വേദപുസ്തകം പറയുന്നത് ഇത്ര വലിയ രക്ഷ എന്നാണ്. In Hebrews chapter 2, എബ്രായ ലേഖനം 2-ാം അധ്യായം, it's written that all these things that we have heard, we have to be very careful to keep. We should not let them slip. നാം കേട്ട കാര്യങ്ങളൊക്കെയും ഒഴുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് നാം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു. In verse 3, we have been offered so great salvation, and how shall we escape if we neglect this salvation? നാം ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്ന് മലയാളത്തിൽ 4-ാം വാക്യത്തിൽ വായിക്കുന്നു. Beloved ones, as we sit here listening to the words of God, we are listening to so great salvation. പ്രിയമുള്ളവരെ, നാം ഇവിടെ ഇരുന്ന് ദൈവത്തിന്റെ വചനം ശ്രവിക്കുമ്പോൾ നമുക്ക് ഇത്ര വലിയ രക്ഷ ദൈവം തന്നിരിക്കുകയാണ്. The words that we hear in every sermon every week are words that are going to promote us to be kings and lords behind Jesus. നാം ഓരോ ആഴ്ചയിലും കേൾക്കുന്ന പ്രസംഗങ്ങളും വാക്കുകളും ഒക്കെയും നമ്മെ യേശുവിന്റെ പിന്നാലെ വരുന്ന രാജാക്കന്മാരും കർത്താക്കന്മാരുമായി ഉയർത്തുന്നവയാണ്. You know, our enemy, the Antichrist, is already somewhere in this world. നമ്മുടെ ശത്രുവാകുന്ന എതിർ ക്രിസ്തു ഇപ്പോൾ തന്നെ ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്തുണ്ട്. He is going to rise up not only against Jesus but also those who belong to Jesus. താൻ യേശുവിന് വിരോധമായിട്ട് മാത്രമല്ല എഴുന്നേൽക്കുവാൻ പോകുന്നത്, യേശുവിനുള്ളവർക്ക് വിരോധമായും എഴുന്നേൽക്കും. When we come down in the battle of Armageddon with Jesus, ഹർമഗദോൻ യുദ്ധത്തിൽ നാം യേശുവിനോട് കൂടെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ, he is not going to fight only with Jesus, he is going to fight with us also who are behind Jesus. താൻ യേശുവിനോട് മാത്രമല്ല യുദ്ധം ചെയ്യുവാൻ പോകുന്നത്, യേശുവിന്റെ കൂടെ വരുന്ന നമ്മോടും അവൻ യുദ്ധം ചെയ്യുവാൻ പോകുന്നു. Read Revelation 19:19. വെളിപ്പാട് പുസ്തകം 19:19 വായിക്കാം. കുതിരപ്പുറത്തിരിക്കുന്നവരോടും അവരുടെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നു കൂടിയത് ഞാൻ കണ്ടു. And I saw the beast and the kings of the earth and their armies gathered together to make war against him that sat on the horse and against his army. See, to this beast and the kings of the earth and their armies gathered together to make war against him, Jesus, and against his army. ഇവിടെ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് യേശുവിനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാനാണ്. So we are going to participate in a very big war, the biggest war in the history of mankind. അതായത് നാം മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ പോകുന്നു. That is this war when the stone is going to fall on man. അതാണ് ഈ യുദ്ധമാണ് ആ കല്ല് വന്ന് മനുഷ്യന്റെ മേൽ വന്ന് വീഴുന്നതായ അനുഭവം. When the wrath of God is going to be finally revealed on the people of this world. ഈ ലോകത്തിലെ മനുഷ്യരുടെ മേൽ ദൈവകോപം അവസാനമായി അത് വെളിപ്പെട്ടു വരുവാൻ പോകുമ്പോൾ, when he is going to come down as King of Kings and Lord of Lords, and we are going to be kings and lords behind him. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് ഇറങ്ങി വരുമ്പോൾ നാം അവന്റെ പിന്നാലെ അവന്റെ രാജാക്കന്മാരും അവന്റെ കർത്താക്കന്മാരുമായി വരുമ്പോൾ, that day we are not going to be like this, like human beings in this body of flesh. ഇന്ന് ഈ ശരീരത്തിൽ, ഈ ജഡ ശരീരത്തിൽ വസിക്കുന്ന മനുഷ്യരെ പോലെ ആയിരിക്കുകയില്ല അന്ന് നാം ഓരോരുത്തരും. We are going to be in our transformed bodies. നാം നമ്മുടെ രൂപാന്തര ശരീരത്തിലായിരിക്കും കാണപ്പെടുന്നത്. It's a very special body that is going to be given to us. It's a body superior to the body of angels. നമുക്ക് ഒരു വളരെ പ്രത്യേകതയുള്ള ശരീരം നൽകപ്പെടുവാൻ പോകുന്നു. ആ ശരീരം ദൂതന്മാരുടെ ശരീരത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കും. So we have to get ready to get that body. നാം ആ ശരീരം പ്രാപിക്കുവാൻ ഒരുങ്ങിയിരിക്കണം. In one moment that we are going to change. ഒരു നിമിഷം കൊണ്ട് നാം രൂപാന്തരപ്പെടുവാൻ പോകുന്നു. Today all of us seated here are human beings. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും മനുഷ്യരാണല്ലോ. But very soon we are not going to be human beings. എന്നാൽ പെട്ടെന്ന് നാം മനുഷ്യരല്ലാതെയാകുവാൻ പോകുന്നു. We are going to become the sons of God.
നാം ദൈവപുത്രന്മാരാകുവാൻ പോകുന്നു. The Bible calls that a new creature. ദൈവവചനം അതിനെ പുതിയ സൃഷ്ടി എന്നാണ് വിളിക്കുന്നത്. Today we see lions, tigers and bears and insects and reptiles and human beings. ഇന്ന് നാം സിംഹങ്ങളെ, മൃഗങ്ങളെ, അതുപോലെ ഇഴജാതികളെ, പക്ഷിമൃഗങ്ങളെ എല്ലാം നാം കാണുന്നു. അവയോടുകൂടെ മനുഷ്യരെയും നാം കാണുന്നു. But a new creature, a new creation is going to appear that has not appeared so far. എന്നാൽ ഒരു പുതിയ സൃഷ്ടി വരുവാൻ പോകുകയാണ്. ഇതുവരെയും ഇല്ലാത്തതായ ഒരു പുതിയ സൃഷ്ടി. They are the sons of God. അതാണ് ദൈവപുത്രന്മാർ. So we are going to be transformed into those new creatures. നാം ആ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാൻ പോകുന്നു. In science there is an experience called metamorphosis. ശാസ്ത്രത്തില് മെറ്റമോർഫിസ് എന്ന് പറയുന്ന ഒരു പരീക്ഷണമുണ്ട്. That means one animal becomes a different kind of animal. അതായത് ഒരു മൃഗം മറ്റൊരു മൃഗമായി, മറ്റൊരു ജീവിയായി മാറുന്ന അനുഭവം. In the river you will see some long thin creatures called tadpoles. നദിയില് വാല് നീണ്ടിരിക്കുന്ന ഒരു നീളത്തിലുള്ള മെലിഞ്ഞിരിക്കുന്ന ഒരു ജീവിയെ കാണാം. വാലുമാക്രി എന്നാണ് പേര്. Those tadpoles become frogs. ആ വാലുമാക്രിയാണ് തവളയായി മാറുന്നത്. A big change takes place. ഒരു വലിയ വ്യത്യാസമാണ് നടക്കുന്നത്. That's called metamorphosis. അതിനാണ് മെറ്റമോർഫിസ് എന്ന് പറയുന്നത്. A worm becomes a butterfly. That's called metamorphosis. ഒരു പുഴു ഒരു പൂമ്പാറ്റയായി മാറുന്നതായ പ്രവൃത്തിയാണത്. In the same way, we are going to be metamorphized. We human beings are going to become sons of God. മനുഷ്യരാകുന്ന നാം അങ്ങനെ ഒരു രൂപാന്തരം പ്രാപിച്ച് ദൈവപുത്രന്മാരായി തീരുവാൻ പോകുന്നു. Read 2 Corinthians chapter 3 and verse 18. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കാം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. But we all with open face beholding as in the glass the glory of the Lord are changed into the same image from glory to glory, even as by the Spirit of the Lord. We are going to be changed, this verse says. ഈ വചനം പറയുന്നത് നാം രൂപാന്തരപ്പെടുവാൻ പോകുന്നു. That word changed in Greek, you know what that word is? ഗ്രീക്ക് ഭാഷയിൽ രൂപാന്തരപ്പെടുക എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന വാക്ക് എന്താണെന്ന് അറിയുമോ? Metamorpha. മെറ്റമോർഫ എന്ന വാക്കാണ്. That means we are also going to undergo that metamorphosis, that drastic change from human beings to sons of God. അതായത് നാമും ആ മെറ്റമോർഫിസ് എന്നുള്ള ആ വലിയ മാറ്റം മനുഷ്യരിൽ നിന്ന് ദൈവപുത്രന്മാർ എന്നുള്ള അവസ്ഥയിലേക്ക് മാറുവാൻ പോകുന്നു. When you see a butterfly flying, you don't say, see a worm is flying, a flying worm. You call it a butterfly. ഒരു പൂമ്പാറ്റ പറക്കുന്നത് കാണുമ്പോൾ അതിനെ നോക്കിയിട്ട് ഒരു പറക്കുന്ന പുഴു എന്ന് നിങ്ങൾ വിളിക്കാറില്ല, ഒരു പൂമ്പാറ്റ എന്നാണ് വിളിക്കുന്നത്. The same way, when we are transformed, we are not going to be human beings anymore, we are going to be sons of God. അതുപോലെ നാമം രൂപാന്തരപ്പെടുമ്പോൾ അതിനുശേഷം നാമ മനുഷ്യരായിരിക്കുകയില്ല, ദൈവപുത്രന്മാരായിരിക്കും. So for us to become kings with that King of Kings and Lord of Lords, ആ കർത്താവിനോടും രാജാവിനോടും കൂടെ രാജാക്കന്മാരായി നാം മാറേണ്ടതിന്, for us to have that metamorphized, transformed body, ആ രൂപാന്തരപ്പെട്ട ശരീരം നാം പ്രാപിക്കേണ്ടതിന് divine healing is a very important doctrine for that. ദൈവിക രോഗശാന്തി അതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാകുന്നു. In 1 Peter chapter 1 1 പത്രോസ് 1-ാം അധ്യായം and verse 5, 5-ാം വാക്യം, we read, please read that verse please. ആ വാക്യം വായിക്കും. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. Read it in English. Who are kept by the power of God through faith unto salvation, ready to be revealed in the last time. Read that verse. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. So what's written here? ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? There's a particular salvation spoken of here. അവിടെ ഒരു പ്രത്യേക രക്ഷയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. It's called salvation ready to be revealed in the last time. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്നാണ് എഴുതിയിരിക്കുന്നത്. That is the salvation of our bodies when the trumpet sounds. അത് കാഹളം ധ്വനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ രക്ഷയാണ് കാണിക്കുന്നത്. In a moment, in the twinkling of an eye, we shall all be changed. നാം ഒരു നിമിഷത്തിൽ കണ്ണുവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. That's called final salvation. അതാണ് അന്ത്യരക്ഷ എന്ന് വിളിക്കപ്പെടുന്നത്. There is something called initial salvation when we accepted Jesus many years ago or a few months ago. അനേക വർഷങ്ങൾക്കോ അല്ലെങ്കിൽ ചില മാസങ്ങൾക്കോ മുമ്പ് നാം യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമുക്കുണ്ടായ ഒരു ആരംഭ രക്ഷയുണ്ട്. But the salvation has not finalized. എന്നാൽ ആ രക്ഷ അതിന്റെ അവസാനം വന്നിട്ടില്ല. That's why although we are saved, the devil still comes after us. അതുകൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ തന്നെയും പിശാച് നമ്മുടെ പിന്നാലെ വരുന്നത്. We have our struggles and we have our backslidings and
we come back to him. നമ്മുടെ പോരാട്ടങ്ങളുണ്ട്, നമുക്ക് പിന്മാറ്റങ്ങളുണ്ട്, നാം അവനിലേക്ക് തിരികെ വരികയും ചെയ്യുന്നു. When the body is transformed, എന്നാൽ ശരീരം രൂപാന്തരപ്പെടുമ്പോൾ after that no more struggles, അതിനുശേഷം പോരാട്ടങ്ങളൊന്നുമില്ല, no more backsliding. പിന്മാറ്റമൊന്നുമില്ല. Satan cannot overcome us after that. പിശാചിന് നമ്മെ അതിനുശേഷം ജയിക്കുവാൻ കഴിയുകയില്ല. And it is in that body that we are going to come and fight the battle of Armageddon. ആ ശരീരത്തിലാണ് നാം ഇറങ്ങി വന്ന ഹർമഗദോൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. So this verse in 1 Peter 1:5 says, ഈ പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, for that salvation which is ready to be revealed in the last time, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ആ രക്ഷയ്ക്ക് വേണ്ടി we are kept by the power of God. നാം ദൈവശക്തിയാൽ കാക്കപ്പെടുന്നു. In other words, for our body to be transformed, that final salvation, that change to take place, God's power should keep us, not medical power, not the power of food. നാം കർത്താവിന്റെ വരവിൽ രൂപാന്തരപ്പെടേണ്ടതിന്, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടേണ്ടതിന് ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത്. മരുന്നിന്റെ ശക്തിയോ ഭക്ഷണത്തിന്റെ ശക്തിയോ അല്ല. We should be very grateful that God has given us this secret doctrine so that we can be transformed in our bodies. നമ്മുടെ ശരീരത്തിൽ നാം രൂപാന്തരപ്പെടേണ്ടതിന് കർത്താവ് നമുക്ക് ഈ മാർമികമായ ഉപദേശങ്ങൾ തന്നതിന് നാം നന്ദിയുള്ളവരായിരിക്കണം. Who is maintaining our body? ആരാണ് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നത്? Is it God's power or is it some doctor in the world? അത് ദൈവശക്തിയാണോ അതോ ലോകത്തിലുള്ള ഏതെങ്കിലും ഡോക്ടർമാരാണോ? It's very sad that today divine healing is observed only as long as we are not sick. I stand for divine healing for the past 3 years. Why? Because I didn't fall sick for the past 3 years. ഒരു ദുഃഖകരമായ കാര്യം എന്നുള്ളത്, ഈ നാളുകളിൽ നാം ദൈവിക രോഗശാന്തിക്ക് നിൽക്കുന്നത് രോഗിയായി തീരാത്തിടത്തോളം കാലം മാത്രമാണ്. കഴിഞ്ഞ 3 വർഷമായി ഞാൻ ദൈവിക രോഗശാന്തി നിൽക്കുന്നു. എന്താണ് കാരണം? 3 വർഷം എനിക്ക് രോഗമൊന്നും വന്നിട്ടില്ല. അത് തന്നെ. Or for small diseases where by nature we can be healed. ചെറിയ ചെറിയ രോഗങ്ങൾക്ക് സ്വാഭാവികമായി നമുക്ക് സൗഖ്യം വരുന്നതാണ്. There we will stand for divine healing. അതിന് നാം ദൈവിക രോഗശാന്തിക്ക് നിൽക്കും. But when the sickness becomes intense, we get scared, we lose our faith. എന്നാൽ രോഗം മാരകമായി തീരുമ്പോൾ നാം ഭയപ്പെടുന്നു, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. So we must all cultivate our faith so that Jesus himself says, he is our healer. നാം നമ്മുടെ വിശ്വാസം വളർത്തിയെടുത്ത് യേശു നമ്മുടെ സൗഖ്യദായകനാകുന്ന അവസ്ഥയിലേക്ക് എത്തണം. People are going to rise up against these doctrines in the last days. അവസാന നാളുകളിൽ ഈ ഉപദേശത്തിനെതിരെ മനുഷ്യർ എഴുന്നേൽക്കുവാൻ പോകുന്നു. In Chennai there is a hospital, and in that hospital, a general hospital, in that hospital there's a small chapel. ചെന്നൈയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ ഒരു ചെറിയ ചാപ്പൽ ഉണ്ട്. Many years ago some pastors used to come and conduct prayers in those chapel. പല വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർമാർ അവിടെ ചെന്ന് ആ ചെറിയ പള്ളിയിൽ ആ ചാപ്പലിൽ പ്രാർത്ഥന നടത്തുമായിരുന്നു. And all the patients in that hospital will come there for prayer and say, please pray for us. ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ രോഗികളും അവിടെ വന്ന് പറയും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അവർ പ്രാർത്ഥിക്കുമായിരുന്നു. Finally the hospital authorities had to force them back to the hospital and say, you should not come here. അവസാനം ഈ ഹോസ്പിറ്റലിലുള്ള അധികാരികൾ നിങ്ങൾ ഇവിടെ വരരുതെന്ന് പറഞ്ഞ് അവരെ ബലം പ്രയോഗിച്ച് മടക്കി കൊണ്ടുപോകേണ്ടി വന്നു. Why did those patients have to come there? They are in a hospital where they can be healed. എന്തുകൊണ്ടാണ് ആ രോഗികൾ ആ പള്ളിയിലേക്ക് വരുന്നത്? അവരെ ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ, അവർക്ക് അവിടെ സൗഖ്യം ലഭിക്കുമല്ലോ. That means what they expected is not happening there, and that's why they are coming to God. അതായത് അവർ ആഗ്രഹിച്ചത്, അവർ പ്രതീക്ഷിച്ചത് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ദൈവത്തെങ്കിലേക്ക് വരുന്നത്. We have something more than a chapel. We have God directly in our midst, but when we fall sick, we are going to that hospital from where people are coming to the chapel. നമുക്ക് ആ ചാപ്പലിനേക്കാൾ, പള്ളിയേക്കാൾ വലിയ കാര്യമാണ് ഉള്ളത്. നമ്മുടെ ദൈവം നമ്മുടെ മധ്യേ അവൻ നേരിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ മനുഷ്യർ രോഗത്തിന് വേണ്ടി ചാപ്പലിലേക്ക് പോകുന്നു. എന്നാൽ നമുക്ക് അതിനേക്കാൾ വലുത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. I don't know how it is in the Malayalam translation. മലയാളം ഭാഷാന്തരത്തിൽ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. If you turn to Isaiah chapter 53 യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ and read verse 5. 5-ാം വാക്യം വായിക്കാം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. But he was wounded for our transgressions, he was bruised for our iniquities, and chastisement for our peace was upon him, and with his stripes we are healed. Here we read of 3 kinds of bruises in Jesus' body. ഇവിടെ നാം വായിക്കുമ്പോൾ യേശുവിന്റെ ശരീരത്തിൽ 3 വിധത്തിലുള്ള മുറിവുകളെ കുറിച്ച് വായിക്കുന്നു. One is wounds. First is wounds. ഒന്ന് മുറിവ്.
Secondly, bruises. രണ്ടാമത് തകർച്ച. Thirdly, stripes. മൂന്നാമത് അടിപ്പിണരുകൾ. So this word stripes should be noted. ഈ അടിപ്പിണരുകൾ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. Wounds and bruises were on the cross. മുറിവുകളും തകർച്ചയും ക്രൂശിൽ വെച്ചാണ്. And that was for our sin. അത് നമ്മുടെ പാപത്തിന് വേണ്ടിയാണ്. But stripes were borne before the cross. ഈ അടിപ്പിണരുകൾ ഏറ്റത് ക്രൂശ് ചുമക്കുന്നതിന് മുമ്പാണ്. Jesus was taken to a certain place, his hands were tied above his head, and they took a scourge and whipped him, and by that whip, stripes came on his body. യേശുവിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുചെന്ന് തന്റെ കൈകൾ രണ്ട് തലയ്ക്ക് മുകളിലായി ബന്ധിച്ച് ഒരു ചാട്ടവാറെടുത്ത് തന്നെ അടിക്കുവാനിടയായി അത് നിമിത്തമാണ് ഈ അടിപ്പിണരുകൾ തന്റെ ശരീരത്തിൽ വന്നത്. By those stripes we are healed. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. So the healing work was done by something that happened to Jesus before he went to the cross. യേശു ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പാണ് സൗഖ്യമാകുന്ന പ്രവൃത്തി ചെയ്തത്. Not by the wounds on the cross, those were for our sins. ആ ക്രൂശിലുണ്ടായ മുറിവ് നിമിത്തമല്ല, അത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. So just for our healing, Jesus went separately, got lashed, and then went to the cross. നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി മാത്രം യേശു തനിയെ വേർപെട്ടു പോയി അടിപ്പിണരേറ്റിട്ട് താൻ പിന്നെ ക്രൂശ് ചുമക്കുകയാണ്. Why? എന്തുകൊണ്ട്? So that we might get that right to divine healing. നമുക്ക് ആ ദൈവിക രോഗശാന്തിക്കുള്ള അവകാശം ലഭിക്കേണ്ടതിന്. It is called children's bread. അത് മക്കളുടെ അപ്പം എന്നാണ് വിളിക്കപ്പെടുന്നത്. It's not for everyone, it's for children. അത് എല്ലാവർക്കും ഉള്ളതല്ല, മക്കൾക്കുള്ളതാണ്. But unfortunately we are having a spiritual famine where that bread is not available in our houses, in our faith homes. എന്നാൽ ദുഃഖകരമായി പറയട്ടെ, ഇന്ന് നമുക്ക് ആത്മീകമായ ഒരു ക്ഷാമം, പഞ്ഞം നേരിട്ടിരിക്കുകയാണ്. ഈ അപ്പം ഇന്ന് നമ്മുടെ വീടുകളിലും വിശ്വാസ വീടുകളിലും ലഭിക്കുന്നില്ല. In the Old Testament, in Nehemiah's days, in Ezra and Nehemiah, we read of something called the bread of the governor. പഴയ നിയമകാലത്ത് എസ്രായുടെ നെഹമ്യാവിന്റെ കാലത്ത് നാം വായിക്കുമ്പോൾ ദേശാധിപതിയുടെ അപ്പം എന്നൊരു കാര്യത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. What is that? എന്താണത്? The governor, and he to do his work, he had a group of people who were with him who had to do work every day. ദേശാധിപതിക്ക് തന്റെ പ്രവൃത്തികളെല്ലാം നിവർത്തിക്കേണ്ടതിന് തന്നോട് കൂടെ ഒരു കൂട്ടം മനുഷ്യർ എല്ലായ്പ്പോഴും കാണും. So for him and for his people, food was allotted every day. So many cows, so many goats, so much bread, and so on. അതിനുവേണ്ടി തനിക്കും തന്റെ കൂടെയുള്ള ജനത്തിനും വേണ്ടി ഭക്ഷിക്കുവാൻ ആഹാരം നൽകപ്പെട്ടിരുന്നു. അത് കന്നുകാലികളും അപ്പവും എല്ലാം അവർക്ക് വേണ്ടി നൽകപ്പെട്ടിരുന്നു. But in the same way, God's children have been given children's bread from heaven. അതുപോലെ ദൈവത്തിന്റെ മക്കൾക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് മക്കളുടെ അപ്പം നൽകപ്പെടുന്നു. But unfortunately, we have not learned how to eat it. എന്നാൽ ദൗർഭാഗ്യകരമായി അത് എങ്ങനെ തിന്നണമെന്ന് നമുക്കറിയില്ല. It is there, but we don't know how to get it and use it. അത് അവിടെ ഉണ്ട്, പക്ഷെ അത് എങ്ങനെ ലഭിച്ച് അത് പ്രയോജനപ്പെടുത്തണമെന്ന് നമുക്കറിയില്ല. But that Canaanite woman who had never seen Jesus before came for the first time, saw Jesus, took that bread and went away. എന്നാൽ ആ കനാന്യ സ്ത്രീ യേശുവിനെ താൻ അതിനു മുമ്പ് കണ്ടിട്ടില്ല. താൻ ആദ്യമായി യേശുവിനെ കാണുകയാണ്. താൻ വന്ന് ആ അപ്പം എടുത്തുകൊണ്ട് അത് ഭക്ഷിച്ചു കൊണ്ടുപോയി. Her faith is admirable. തന്റെ വിശ്വാസം അത് ആശ്ചര്യകരമായിരുന്നു. When she came to Jesus, താൻ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ, and Jesus and his group were walking forwards, യേശുവും തന്റെ കൂട്ടവും മുമ്പോട്ട് പോകുകയായിരുന്നു. she kept calling out to Jesus. താൻ യേശുവിനെ നോക്കി നിലവിളിച്ചു. And what was Jesus' reaction? യേശുവിന്റെ പ്രതികരണം എന്തായിരുന്നു? Matthew chapter 16. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. Read verse 23. 23-ാം വാക്യം വായിക്കാം. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. Enough. But he turned and said unto Peter. So, no, 16, chapter 16. 15, chapter 15 and verse 23. 15-23. But he answered her not a word. He answered her not a word. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. So first time this woman comes and says, Jesus, my daughter's devil possessed, please help. He answered her not a word. താൻ യേശുവിന്റെ അടുക്കൽ ആദ്യമായി വന്നിട്ട് പറയുകയാണ്, എന്റെ മകൾക്ക് ഉപദ്രവം കഠിനമായിരിക്കുന്നു. പക്ഷെ യേശു അവളോട് ഒരു വാക്കും മറുപടി പറഞ്ഞില്ല. He heard the request but deliberately kept silent. യേശു ആ അപേക്ഷ കേട്ടു, പക്ഷെ മനഃപൂർവ്വമായി മിണ്ടാതിരുന്നു. Then she kept asking. താൻ വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. Then the disciples, what did they do? അപ്പോൾ ശിഷ്യന്മാർ എന്താണ് പറഞ്ഞത്?
അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. And his disciples came and besought him, saying, Send her away, for she crieth after us. The disciples didn't say, please Lord, she's crying, please heal her daughter. Didn't say that, send her away. ഈ ശിഷ്യന്മാർ വന്നിട്ട് കർത്താവേ അവള് കുറെ നേരം കൊണ്ട് നിലവിളിക്കുന്നില്ല, അവിടെ മകളെ സൗഖ്യമാക്കണമേ എന്നല്ല പറഞ്ഞത്, അവളെ പറഞ്ഞയക്കണമേ എന്നാണ് പറഞ്ഞത്. And what should Jesus do at that time? അപ്പോൾ യേശു എന്താണ് ചെയ്തിരിക്കേണ്ടത്? Jesus should rebuke the disciples and say, why are you saying that poor woman, she's coming and asking for help? Is this what I'm teaching you? യേശു പറയേണ്ടത്, ആ പാവപ്പെട്ട സ്ത്രീ അവള് സഹായത്തിന് വേണ്ടി വരികയാണ്, അവളെ ഓടിച്ചുവിടാൻ പറയുന്നു, ഇതാണോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്? But instead of doing that, as though supporting the Israelites, Jesus goes and tells that woman, I've come only for the Israelites, for the lost sheep of Israel. You're a stranger, you're a Canaanite woman, I didn't come for you. എന്നാൽ യേശു അവരെ അനുകൂലിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, സ്ത്രീയെ, ഞാൻ ഇസ്രായേലിന് വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്, ഇത് മക്കളുടെ അപ്പമാണ്, ഇതൊരു കനാന്യ സ്ത്രീയായി നിനക്ക് തരുവാൻ യോഗ്യമല്ല. Second rejection. First he was silent, now he's saying I've come only for Israelites. രണ്ടാമത്തെ തള്ളിക്കളയൽ, ആദ്യം താൻ മൗനമായിരുന്നു, ഇപ്പോൾ ഞാൻ ഇസ്രായേലിന് മാത്രമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും തള്ളിക്കളയുന്നു. Instead of going back, she went close to him and said, fell down at his feet and said, please help me. അവള് തിരികെ പോകുന്നതിന് പകരമായി യേശുവിന്റെ പാദത്തിൽ പോയി വീണിട്ട് വീണ്ടും അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് എന്നെ സഹായിക്കണമേ. Then came the third and greatest rejection. അപ്പോൾ മൂന്നാമതും ഏറ്റവും വലുതുമായ തള്ളിക്കളയൽ അവിടെ വരികയാണ്. Woman, please stop calling me like this. I can't take children's bread and throw it to dogs. സ്ത്രീയെ, ഇനി എന്നെ വിളിക്കണ്ട, എനിക്ക് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുപ്പാൻ കഴിയുകയില്ല. She didn't get angry. തനിക്ക് കോപമൊന്നും വന്നില്ല. She didn't say, to go to a man like this who's calling me a dog, he's showing national differences, I'd rather not be have my daughter healed than go to a man like that. ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ അടുക്കൽ പോകുന്നതിനേക്കാൾ നല്ലത് എന്നെ നായെ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ പോകുന്നതിനേക്കാൾ നല്ലത് എന്റെ മകള് സൗഖ്യമാകാതെ തിരിച്ചു പോകുന്നത് തന്നെയാണ്. ഇദ്ദേഹം പൗരത്വത്തിന്റെ അല്ല രാജ്യത്തിന്റെ വ്യത്യാസങ്ങളൊക്കെ കാണിക്കുന്നുവല്ലോ. But what did she do? പക്ഷെ അവൾ എന്താണ് ചെയ്തത്? Instead of walking away angrily, കോപത്തോടെ മടങ്ങിപ്പോകുന്നതിന് പകരം 27 വാക്യം, അതിന് അവൾ, അതേ കർത്താവേ. Enough. And she said, Truth, Lord. Truth, Lord. What does that mean? അവൾ പറയുകയാണ്, സത്യം അതേ ദൈവമേ. I am a dog, Lord. ഞാനൊരു നായാണ്. Truth, Lord. സത്യമാണ് ദൈവമേ. So she received that rejection. ആ തള്ളിക്കളയൽ അവൾ ഏറ്റെടുത്തു. And she told Jesus, but even those dogs, when the master eats, something falls on the ground, the dog licks that. Give me that, Lord. അവൾ പറയുകയാണ്, യജമാനൻ ഭക്ഷിക്കുമ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിലത്ത് വീണാല് നായ അത് നക്കി തിന്നുന്നുവല്ലോ, അതെങ്കിലും കർത്താവേ എനിക്ക് തരണമേ. Then Jesus said, woman, great is your faith. അപ്പോൾ യേശു പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. Why did Jesus do that? എന്തുകൊണ്ട് യേശു അത് ചെയ്തു? Why did Jesus not talk to her first? യേശു എന്തുകൊണ്ട് അവളോട് ആദ്യം സംസാരിച്ചില്ല? Why did Jesus tell her, I'm come only for the Israelites? എന്തുകൊണ്ടാണ് ഞാൻ ഇസ്രായേലിന് വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നതെന്ന് യേശു പറഞ്ഞത്? Why did Jesus indirectly say, you're a dog, I can't give children's bread to dogs? എന്തുകൊണ്ടാണ് യേശു അവളെ നേരിട്ടല്ലാതെ നായെ എന്ന് വിളിച്ചത്? എനിക്ക് മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുവല്ലോ. Jesus, who knows the hearts of all men, knew the faith that was in that woman. സകല മനുഷ്യരുടെ ഹൃദയങ്ങളെ അറിയുന്നവനായ ദൈവം ആ സ്ത്രീയുടെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസവും കണ്ടിരുന്നു. And so he is going to conduct a demonstration for his disciples. തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി താൻ ഇവിടെ ഒരു പ്രചരണം നടത്തുവാൻ ഉദ്ദേശിച്ചിരുന്നു. And so he knew, even if I don't talk to her, even if I say I'm come only for Israel, even if I call her a dog, she won't run away, she'll come after me. ഞാൻ അവളോട് മിണ്ടാതിരുന്നാലും ഇസ്രായേലിന് വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാലും അവളെ നായെ എന്ന് വിളിച്ചാലും അവൾ ഓടിപ്പോകുകയില്ല, എന്റെ പുറകെ വരുമെന്ന് യേശുവിന് അറിയുമായിരുന്നു. Finally, when she said, truth, Lord, but the dogs lick some tidbits that fall on the ground, some fragments, give me that. അവസാനം അവൾ, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്റെ മേശമേൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ നക്കി തിന്നുന്നുവല്ലോ, അതെങ്കിലും എനിക്ക് തരണമേ എന്ന് പറഞ്ഞപ്പോൾ
She said, woman, great is thy faith. യേശു പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. So, and he was trying to tell the disciples, see, even you don't have that faith that she has. അതായത് ശിഷ്യന്മാരോട് ഈ സ്ത്രീക്കുള്ള വിശ്വാസം പോലും നിങ്ങൾക്കില്ല എന്ന് യേശു പറയുവാൻ I ആഗ്രഹിക്കുകയായിരുന്നു. have not found such faith even in Israel. ഞാൻ ഇസ്രായേലിൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം In കണ്ടിട്ടില്ലല്ലോ. other words, look at my 12 disciples. They have been following me so long and they don't have this faith. മറ്റു വാക്കുകളിൽ എന്റെ 12 ശിഷ്യന്മാരെ നോക്ക്, കുറെ നാളായിട്ട് എന്നെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് പോലും ഈ ഒരു വിശ്വാസമില്ല. So that woman had that faith to get direct healing from Jesus. യേശുവിൽ നിന്ന് നേരിട്ട് സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. Where is our faith? നമ്മുടെ വിശ്വാസം എവിടെ? We need this faith to take that children's bread and eat it. Only then we will be kept by the power of God. Only then when Jesus comes we will be metamorphosed into sons of God. മക്കളുടെ അപ്പം അത് വാങ്ങി ഭക്ഷിക്കുവാൻ നമുക്ക് ഈ വിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നാം ദൈവശക്തിയിൽ കാക്കപ്പെടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ യേശു വരുമ്പോൾ നാം രൂപാന്തരപ്പെടുകയുള്ളൂ. Only then can we come as kings and lords behind the King of Kings and Lord of Lords. അങ്ങനെയെങ്കിൽ മാത്രമേ കർത്താതി കർത്താവിന്റെയും രാജാതി രാജാവിന്റെ പുറകെ രാജാക്കന്മാരും കർത്താക്കന്മാരുമായി നമുക്ക് വരുവാൻ കഴിയുകയുള്ളൂ. The Antichrist, the false prophet and his armies, they will be standing there with carnal weapons, the latest weapons, bombers, airplanes and so on. എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും അവന്റെ സൈന്യവും എല്ലാം ഈ ഭൂമിയിലെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങളും മറ്റ് ബോംബുകളും ഒക്കെ ആയിട്ട് ഒരുങ്ങി നിൽക്കുകയായിരിക്കും. But that stone will come down. പക്ഷെ ആ കല്ല് ഉരുണ്ടുവരും. His army, they have no weapons in their hands. ആ സൈന്യത്തിന് കയ്യിൽ ആയുധമൊന്നുമില്ല. They will just come barehanded and win the war. അവര് കയ്യിൽ ഒന്നുമില്ലാതെ വന്ന് യുദ്ധം ജയിക്കും. And after that, Jesus will be King of Kings and Lord of Lords over this planet Earth. അതിനുശേഷം യേശു രാജാധിരാജാവും കർത്താതി കർത്താവുമായി ഈ ഭൂമിയെ ഭരിക്കും. Jesus will be literally in this earth for 1,000 years and he will be dwelling in Jerusalem, in Israel, in this world. ഈ ഭൂമിയിൽ അക്ഷരീകമായി 1000 വർഷം യേശു ഉണ്ടായിരിക്കും. താൻ ഇസ്രായേലിലെ യെരൂശലേമിലായിരിക്കും വസിക്കുന്നത്. At that time, by the grace of God, all those who are seated here, your native place is not going to be Chenganur and Kollakadava, it's going to be Jerusalem. ആ സമയത്ത് ദൈവകൃപയാൽ ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജന്മസ്ഥലം എന്ന് പറയുന്നത് ചെങ്ങന്നൂര് കൊല്ലക്കടവോ ആയിരിക്കുകയില്ല, യെരൂശലേം ആയിരിക്കും. So we are all going to be there in Jerusalem. Our houses, our palaces are going to be in Jerusalem. We are not going to be human beings, we are going to be kings and lords. നാം അന്ന് എല്ലാവരും യെരൂശലേമിലായിരിക്കും. നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ കൊട്ടാരങ്ങൾ യെരൂശലേമിലായിരിക്കും. നാം അന്ന് മനുഷ്യരായിരിക്കില്ല, രാജാക്കന്മാരും കർത്താക്കന്മാരുമായിരിക്കും. We turn to Zechariah chapter 14 സഖറിയ പ്രവചനം 14 വരുമ്പോൾ and read verse 9. 9 വാക്യം വായിക്കാം. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. And the Lord shall be king over all the earth. In that day shall there be one Lord and his name one. So here we read Jesus is going to be king over all the earth. ഇവിടെ നാം വായിക്കുന്നത് യേശു സർവ്വഭൂമിക്കും രാജാവാകുമെന്നാണ്. Just like the Antichrist is going to be a whole world dictator, Jesus is going to be world ruler for 1,000 years, the Antichrist only for 7 years. എതിർ ക്രിസ്തു ഈ ലോകത്തിന്റെ ഏകാധിപതിയായി ഭരിക്കുന്നത് പോലെ യേശു ഈ ലോകത്തിന്റെ രാജാവായി തീരും. എതിർ ക്രിസ്തു 7 വർഷം മാത്രമേ ഉള്ളൂ, പക്ഷെ യേശുവോ 1000 വർഷം ഭരിക്കും. So for Jesus is going to be the King of Kings. യേശു രാജാക്കന്മാരുടെ രാജാവാകുവാൻ പോകുന്നു. But over every nation, over India, over Kerala, over Tamil Nadu, over Japan, over Pakistan, over all these nations, one of us, we are going to be kings there. ഓരോ രാജ്യത്തിനും മേല് ഇന്ത്യയും കേരളവും തമിഴ്നാടും ജപ്പാനും മറ്റു രാജ്യങ്ങളുടെ ഒക്കെ മുകളിൽ നമ്മിൽ ഓരോരുത്തരും രാജാക്കന്മാരായിരിക്കും. But to become kings, പക്ഷെ രാജാക്കന്മാരാകുവാൻ there is a condition. ഒരു വ്യവസ്ഥയുണ്ട്. Revelation chapter 2 verses 26 and 27. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 26-27 വാക്യങ്ങൾ. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. And he that overcometh and keepeth my works unto the end, to him will I give power over the nations, and he shall rule them with a rod of iron, as the vessels of a potter shall they be broken to shivers, even as I received of my Father. So this refers to the 1,000-year reign of Jesus Christ on the earth. ഇത് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള സഹസ്രാബ്ദ വാഴ്ചയാണ് കാണിക്കുന്നത്. So we are going to rule all
nations with a rod of iron. നാം സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാൻ പോകുന്നു. It's going to be an iron rule. No one can overpower us. അതൊരു ഇരുമ്പ് കൊണ്ടുള്ള ഭരണമായിരിക്കും. ആർക്കും നമ്മെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. But there will be people, sinners in those days, and they will try to resist. എന്നാൽ ആ നാളുകളിലും പാപികൾ ഉണ്ടായിരിക്കും. അവർ എതിർക്കുവാൻ ശ്രമിക്കും. And that's why the Bible says, but we will rule with a rod of iron, and those who resist will be broken to shivers. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കും, എതിർക്കുന്നവർ തകർന്നു പോകും, നുറുങ്ങിപ്പോകുമെന്ന്. If you come back to Zechariah chapter 14, സഖറിയ പ്രവചനം 14 നാം മടങ്ങി വന്നാൽ, like Muslims go to Mecca, മുസ്ലിങ്ങൾ മക്കയിലേക്ക് പോകുന്നത് പോലെ, and like Christians go to Jerusalem to see the place where Jesus was crucified, യേശു ക്രൂശിക്കപ്പെട്ട സ്ഥലം കാണുവാൻ ക്രിസ്ത്യാനികൾ യെരൂശലേമിലേക്ക് പോകുന്നത് പോലെ, every year there will be a big crowd towards Jerusalem. എല്ലാ വർഷവും ഒരു വലിയ ജനസമൂഹം യെരൂശലേമിലേക്ക് പോകും. Nation after nation in various cycles will go to Jerusalem to worship Jesus, who is going to be physically present there. രാജ്യത്തിന് പുറകെ രാജ്യം, ജാതികൾക്ക് പുറകെ ജാത്യം അക്ഷരീകമായി യെരൂശലേമിലേക്ക് പോയി അവിടെ യഥാർത്ഥമായിട്ടുള്ള യേശുവിനെ ആരാധിക്കുവാൻ പോകും. Even the enemies, those sinners who are there in the millennium, they also have to go. ആ സഹസ്രാബ്ദ വാഴ്ചയിലുള്ള ശത്രുക്കൾ അല്ലെ പാപികൾ, അവർ പോലും അന്ന് പോകും. If they don't go, അവർ പോയില്ല എങ്കിൽ in their country there won't be rain. ആ രാജ്യത്തിൽ മഴ പെയ്യുകയില്ല. Even after that, if they don't go, അതിനുശേഷം അവർ പോയില്ല എങ്കിൽ in that country there will be plagues. ആ രാജ്യത്തിൽ ബാധകൾ ഉണ്ടാകും. This is what we read in Zechariah 14:16-19. No need to read it now. അതാണ് സഖറിയ 14:16 മുതൽ 19 വരെ വായിക്കുന്നത്. ഇപ്പോൾ വായിക്കണ്ട. So we don't, as kings, when we sit as a king and rule in a country, and some people in the country says we are not going to worship Jesus, automatic punishment will take place. നാം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി രാജാവായിട്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഞാൻ യേശുവിനെ ആരാധിക്കുവാൻ പോകുകയില്ല എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ അവിടെ ശിക്ഷ വരികയാണ്. That's the rod of iron. അതാണ് ഇരുമ്പ് കോൽ. It's not an iron with a hand to smash people's heads. അത് നമ്മുടെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ കഷണം എടുത്തുകൊണ്ട് മനുഷ്യരുടെ തല അടിച്ചു പൊട്ടിക്കുന്ന അനുഭവമല്ല. It's a divine authority that God gives those kings and lords to you and to me, so that we don't have to do anything to the adversaries. If they rise up, automatically they'll be subdued. അത് ആ നാളുകളിൽ ദൈവം രാജാക്കന്മാരും കർത്താക്കന്മാരും ആയിരിക്കുന്ന നമുക്ക് നൽകുന്ന ഒരു ദൈവിക അധികാരമാണ്. അവരെ കീഴടക്കേണ്ടതിന് നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായി തന്നെ അവർ കീഴടങ്ങിക്കൊള്ളും. 1,000 years Jesus will rule. No one can fight against Jesus. 1000 വർഷം യേശു ഭരിക്കും. ആർക്കും യേശുവിനെതിരെ യുദ്ധം ചെയ്യുവാൻ കഴിയുകയില്ല. But at the end of 1,000 years, എന്നാൽ 1000 വർഷത്തിന്റെ അവസാനത്തിൽ Satan will be released from the bottomless pit. അഗാധ കൂപത്തിൽ നിന്ന് സാത്താനെ അഴിച്ചുവിടും. And he will go and deceive many people again. അവൻ വീണ്ടും പോയി അനേകരെ വഞ്ചിക്കുവാനിടയാകും. And he will raise up an army once again to fight against the King of Kings and the Lord of Lords, and also you and me. ഒരിക്കൽ കൂടി രാജാതി രാജാവിന് കർത്താതി കർത്താവിനും നമുക്കുമെതിരെ യുദ്ധം ചെയ്യുവാൻ മറ്റൊരു സൈന്യത്തെ അവൻ ഒരുക്കും. In Revelation chapter 20, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം read verse 9. 9-ാം വാക്യം വായിക്കും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. And they went up on the breadth of the earth and compassed the camp of the saints about and the beloved city, and fire came down from God out of heaven and devoured them. They surrounded the camp of the saints where Jesus and his saints. Then these people think that they got trapped inside. വിശുദ്ധന്മാരും യേശുവുമായിരിക്കുന്ന വിശുദ്ധന്മാരുടെ പാളയത്തെ അവർ ചെന്ന് വളയും. അവർ ചിന്തിക്കുന്നത് ഇവരകത്ത് കുടുങ്ങിപ്പോയി എന്ന് തന്നെയാണ്. If some mosquitoes sit in a particular place, you'll take some spray and just spray it on it. ഒരു കൊതുക് എവിടെയെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഒരു സ്പ്രേ എടുത്ത് അതിനെ അതിന്മേൽ അടിക്കുന്നു എന്ന് കരുതുക. So like that, these people, thousands of them surround Jerusalem, the camp of the saints. എന്ന് പറഞ്ഞതുപോലെ ഈ ആയിരക്കണക്കിനായ മനുഷ്യർ ചെന്നിട്ട് യെരൂശലേമിന് ചുറ്റും പാളയമിറങ്ങും. God the Father will come with one fire spray and spray, all of them will die. ദൈവം ഒരു അഗ്നി സ്പ്രേയുമായിട്ട് ഇറങ്ങി വന്ന് അവരുടെ മേലെല്ലാം സ്പ്രേ ചെയ്യും. അവരെല്ലാം മരിക്കും. That's the end of the battle. അതാണ് യുദ്ധത്തിന്റെ അവസാനം. After that, അതിനുശേഷം this King of Kings and Lord of Lords, what will he do? ഈ രാജാതി രാജാവും കർത്താതി കർത്താവും എന്ത് ചെയ്യും? The camp of the saints and Jesus will be vacated, and they will be taken to New Jerusalem.
ആ വിശുദ്ധന്മാരുടെ പാളയവും യേശുവും അവരവിടെ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയ യെരൂശലേമിലേക്ക് എടുക്കപ്പെടും. A white throne will be kept in heaven. സ്വർഗത്തിൽ ഒരു വെള്ള സിംഹാസനം വെക്കും. And Jesus will sit on that throne. യേശു ആ സിംഹാസനത്തിൽ ഇരിക്കും. And when he sits on that throne, താൻ ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ something terrible happens. ഭയാനകമായ ഒരു കാര്യം നടക്കും. Today this universe is full of stars. ഇന്ന് ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ധാരാളം നക്ഷത്രങ്ങളുണ്ട്. You know how many stars there are in this universe? ഈ പ്രപഞ്ചത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? Each one of us in this world, ഈ ലോകത്തിൽ നാം ഓരോരുത്തരും 600 crore of us in this world. ഈ ലോകത്തിൽ ഏകദേശം 600 കോടി മനുഷ്യരുണ്ട്. Each one of us can have 60 lakh crore stars. Each one of us. Then imagine how many stars will be there. ഓരോ മനുഷ്യനും 600 കോടി നക്ഷത്രങ്ങൾ, 60 lakh crores. 600 ലക്ഷം കോടി നക്ഷത്രങ്ങൾ സ്വന്തമായി വെക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ലോകത്തിൽ എത്ര നക്ഷത്രമുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. Each one of us can have 60 lakh crores of stars. 600 crores of us can have 60 lakh crores of stars. ഈ 600 കോടി മനുഷ്യർക്ക് ഓരോരുത്തർക്കും 600 ലക്ഷം കോടി 60 ലക്ഷം കോടി നക്ഷത്രങ്ങൾ സ്വന്തമായി വെക്കുവാൻ കഴിയും. All that Jesus made. അതെല്ലാം യേശു സൃഷ്ടിച്ചതാണ്. Just imagine if Jesus was a person in our midst. യേശു നമ്മുടെ മധ്യത്തിൽ ഒരു വ്യക്തിയായിരുന്നു എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. And he is coming and sitting amongst us, standing amongst us. അവൻ നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ മധ്യേ ഇരിക്കുന്നു എന്ന് കരുതുക. And he's the one who made everything. Let there be. He said and everything popped up. അവനാണ് സകലത്തെയും ഉണ്ടാക്കിയത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി വന്നു. And imagine how we'll worship him, how we'll hug him, how we'll adore him. നാം എങ്ങനെ അവനെ ആരാധിക്കും, എങ്ങനെ അവനെ ആലിംഗനം ചെയ്യും, എങ്ങനെ അവനെ വാഴ്ത്തുമെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. That Jesus was here on this planet 2000 years ago. ആ യേശു ഈ ഗ്രഹത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. You know how this sun came into existence? എങ്ങനെയാണ് ഈ സൂര്യൻ ഉണ്ടായത് എന്ന് നിങ്ങൾക്കറിയുമോ? There are some people who do some gimmicks like they will put kerosene on their lips and then light a match and put it in front of them, and they blow, a huge fire will come out of their mouth. ചില മായാജാലമൊക്കെ കാണിക്കാറുണ്ട്. വായിക്കാത്ത മണ്ണെണ്ണ എടുത്തിട്ട് ആ തീ ഇങ്ങനെ മുമ്പിൽ പിടിച്ച് അതിലിങ്ങനെ ഊതുമ്പോൾ ഒരു വലിയ തീ ഗോളം ഇങ്ങനെ ഉണ്ടായി വരും. If you turn to Psalm 33, 33-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ and read verse 6. 6-ാം വാക്യം. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. By the word of the Lord were the heavens made, and all the host of them by the breath of his mouth. You take our sun today. The sun is a big fireball. നമ്മുടെ സൂര്യനെ നാം നോക്കിയാൽ സൂര്യൻ ഒരു വലിയ തീ ഗോളമാകുന്നു. You know how big the sun is? സൂര്യൻ എത്ര വലുതാണെന്ന് അറിയുമോ? You can put 96,000 earths into the sun. 96,000 ഭൂമികളെ ഈ സൂര്യന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുവാൻ കഴിയും. So big is the sun. അത്ര വലുതാണ് സൂര്യൻ. And there are stars which are so big you can put 1 lakh suns into that star. വലിയ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. അവയുടെ ഉള്ളിൽ 1,00,000 സൂര്യന്മാരെ കൊണ്ടുപോയി വെക്കുവാൻ കഴിയും. So big stars are they, all fireballs. അത്ര വലിയ നക്ഷത്രങ്ങളുണ്ട്. എല്ലാം അഗ്നിഗോളങ്ങളാകുന്നു. How did they come into existence? അവ എങ്ങനെയാണ് ഉളവായത്? He breathed them out of his mouth. He breathed and the host of heaven came into existence. അവന്റെ വായിലെ ശ്വാസത്താൽ ആകാശത്തിലെ സൈന്യമുണ്ടായി. ദൈവം ശ്വാസം നിശ്വസിച്ചപ്പോഴാണ് ആകാശത്തിലുള്ള സകലതും ഉണ്ടായത്. So those crores and crores and crores of stars that are in this universe, ഈ പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി നക്ഷത്രങ്ങൾ, that Jesus who was in Jerusalem for 1,000 years, യെരൂശലേമിൽ 1000 വർഷം ഉണ്ടായിരിക്കുന്ന യേശു now is going to sit on that throne. യേശു ആ സിംഹാസനത്തിൽ പോയി ഇരിക്കുവാൻ പോകുന്നു. When he sits on this throne, താൻ ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ the sun, സൂര്യൻ, our planet earth, നമ്മുടെ ഈ ഭൂമിയാകുന്ന ഗ്രഹം, all the planets that are going around the sun, ഈ സൂര്യനെ വലം വെക്കുന്നതായ ഗ്രഹങ്ങൾ, the group of stars, the galaxy that we are in, നക്ഷത്രങ്ങളുടെ സമൂഹം, നാം ആയിരിക്കുന്ന ഈ പ്രപഞ്ചം, and all the crores and crores of stars that are in this universe, ഈ പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി നക്ഷത്രങ്ങൾ, he won't give any command. He will just sit on the throne, and all these heavenly balls, these fireballs will roll away, flee away,
and disappear into not, they won't become ashes, they will cease to exist. താന് ഏതെങ്കിലും ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടല്ല. യേശു ഈ സിംഹാസനത്തിൽ ഇരുന്നാൽ മതി, ഈ ആകാശത്തിലുള്ള ഈ നക്ഷത്രങ്ങളൊക്കെയും ഈ അഗ്നിഗോളങ്ങളൊക്കെയും അവയെല്ലാം ഓടിപ്പോകും, അവ പോയി ചാരമായി തീരുമെന്നല്ല, അവ ഇല്ലാതെയായി തീരും. That is Jesus. അതാണ് യേശു. Just imagine that Jesus before whom heaven and earth and all the planets and millions of stars are going to flee when he sits on the throne. That Jesus contained all his powers, became like a coward and hung on the cross for us. ആ യേശുവിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. താൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന മാത്രയിൽ തന്നെ എല്ലാ നക്ഷത്രങ്ങളും ഗോളങ്ങളും ഗ്രഹങ്ങളും എല്ലാം ഓടിപ്പോയി ഒഴിഞ്ഞുപോയി ഇല്ലാതെയായി തീരുമെങ്കിൽ ആ യേശു അവന്റെ ആ ശക്തികളെല്ലാം തന്നിൽ തന്നെ അടക്കിക്കൊണ്ട് ഒരു ഭീരുവിനെ പോലെ ക്രൂസിൽ തൂങ്ങുവാനിടയായി. After that eternity begins. After that heaven and earth disappears, judgment will take place. അതിനുശേഷമാണ് നിത്യത തുടങ്ങുന്നത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയതിനു ശേഷം ന്യായവിധി നടക്കും. It's called the white throne judgment. അതിന് വെള്ളസിംഹാസന ന്യായവിധി എന്നാണ് പേര്. If we come back to Revelation chapter 20, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വന്നാൽ read verse 12. 12-ാം വാക്യം വായിക്കാം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. Enough. And I saw the dead, small and great, stand before God. All the people who have died and not resurrected till now, millions and millions of them are going to stand before God now. അതുവരെ ജീവിച്ച് മരിച്ചവർ, അതുവരെയും ഉയർത്തെഴുന്നേൽക്കാത്ത സകല മനുഷ്യരും, ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേർ അവർ ദൈവത്തിന്റെ മുമ്പാകെ വന്ന് നിൽക്കും. If you go to court today, ഇന്ന് കോടതിയിലേക്ക് നാം പോയാൽ, if today is your hearing, ഇന്ന് നിങ്ങളുടെ ആ വാദം കേൾക്കുന്ന ദിവസമാണെങ്കിൽ, you have to sit there and wait till your turn comes. അവിടെ ഇരുന്ന് നിങ്ങളുടെ അവസരം വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. Now billions of people are going to stand in the court in heaven. കോടാനുകോടി മനുഷ്യർ സ്വർഗീയ കോടതിയിൽ അന്ന് നിൽക്കുവാൻ പോകുന്നു. If one man is judged in 1 minute, ഒരു മനുഷ്യനെ 1 മിനിറ്റ് കൊണ്ടാണ് ന്യായം വിധിക്കുന്നതെങ്കിൽ, God tells him very quickly what is false, go to the lake of fire. ദൈവം പെട്ടെന്ന് എന്താണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് തീപ്പൊയ്കയിലേക്ക് പോയിക്കൊള്ളുവാൻ പറയുന്നു. For billions of people to be judged in 1 minute, it's going to take thousands of years for the judgment to be over. കോടാനുകോടി മനുഷ്യരെ 1 മിനിറ്റ് ഒരാൾക്ക് വെച്ച് ന്യായം വിധിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷം വേണം ഇത്രയും പേരെ ന്യായം വിധിച്ചു കഴിയുവാൻ. Not only that, those different people all belong to different hundreds of languages. ആ മനുഷ്യരൊക്കെ നൂറുകണക്കിന് ഭാഷകളിൽ നിന്ന് വരുന്നവരാണ്. So Jesus will be standing and one man from Iran will come. യേശു നിൽക്കുന്നു, ഇറാനിൽ നിന്നുള്ള ഒരു മനുഷ്യൻ വരും. And then others will also be standing there and listening. മറ്റുള്ളവരെല്ലാം അവിടെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ട് So നിൽക്കുകയായിരിക്കും. when this man will be judged, all have to listen to that judgment. ഈ മനുഷ്യനെ ന്യായം വിധിക്കുമ്പോൾ എല്ലാവരും ആ ന്യായവിധി കേൾക്കണമല്ലോ. So Jesus will be standing and 500 interpreters will be standing at the side. യേശു നിൽക്കുന്നു, ഒരു 500 തർജ്ജമക്കാർ ഒരു വശത്ത് നിൽക്കുന്നു. And by the time Jesus finished one man's statement, it won't be 1 minute, it will be 1 day. യേശു ഒരു മനുഷ്യനെ ന്യായം വിധിച്ചു കഴിയുമ്പോൾ തന്നെ 1 മിനിറ്റ് അല്ല, 1 ദിവസം എടുക്കും. So it's not going to happen like that. അത് അങ്ങനെയല്ല സംഭവിക്കുവാൻ പോകുന്നത്. Jesus will sit on the throne. യേശു സിംഹാസനത്തിലിരിക്കും. And when all these people stand before him, ഈ മനുഷ്യരൊക്കെയും അവന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ, when they look at Jesus, യേശുവിനെ നോക്കുമ്പോൾ, in the court in this world they can lie and get through. ഈ ലോകത്തിലുള്ള കോടതികളില് ഭോഷ്ക് പറഞ്ഞ് രക്ഷപ്പെടാം. But when they stand before Jesus, എന്നാൽ യേശുവിന് മുമ്പാകെ നിൽക്കുമ്പോൾ the holiness of Jesus, യേശുവിന്റെ വിശുദ്ധി, the love of Jesus, യേശുവിന്റെ സ്നേഹം, the meekness of Jesus, യേശുവിന്റെ സൗമ്യത, the entire character of Jesus യേശുവിന്റെ സകല സ്വഭാവ ഗുണങ്ങളും will attack them in such a way that they can't stand and justify themselves or tell lies. They will fall and acknowledge their sins, and they themselves will count themselves worthy for hell. ഈ യേശുവിന്റെ സ്വഭാവങ്ങളെല്ലാം കൂടെ അവരുടെ നേരെ വരുന്നത് കൊണ്ട് അവർക്ക് യേശുവിന്റെ മുമ്പാകെ നിന്ന് ന്യായീകരണം പറഞ്ഞ് ഒഴിവാകുവാൻ കഴിയുകയില്ല. അവർ തന്നെ യേശുവിന്റെ പാദത്തിൽ വീണ കുറ്റം സമ്മതിച്ച് ആ തീപ്പൊയ്കയിലേക്ക് പോകുവാനിടയാകും. So there's going to be no language there. The character of Jesus is going to speak in every language to every human being there, and those who are guilty will go to the lake of fire. അവിടെ ഒരു ഭാഷയുടെയും ആവശ്യമില്ല. യേശുവിന്റെ സ്വഭാവങ്ങൾ ഓരോ മനുഷ്യനോടും അവന്റെ സ്വന്തം ഭാഷയിൽ സംസാരിച്ച് അവരുടെ കുറ്റങ്ങളെ കുറിച്ച് ബോധം വരുത്തും. So just imagine it's going to be like this. അത് അങ്ങനെയാകുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. Jesus will sit on the white throne, യേശു വെള്ള സിംഹാസനത്തിൽ ഇരിക്കും. and this earth is going to roll
roll and disappear. ഈ ഭൂമി ഉരുണ്ട് ഒഴിഞ്ഞു പോകും. But just before that, millions of souls will come out of the earth and stand before Jesus. എന്നാൽ അതിന് തൊട്ടു മുമ്പ് കോടിക്കണക്കിന് ആത്മാക്കൾ യേശുവിന്റെ മുമ്പാകെ വന്ന് നിൽക്കും. They will be judged. Some of them will be thrown to the lake of fire. Some will go to new earth. അവരെ ന്യായം വിധിച്ച് ചിലര് തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടും, ചിലര് പുതിയ ഭൂമിയിലേക്ക് പോകും. After that, Jesus and his saints and those who are in heaven will be there with Jesus forever and ever and ever. അതിനുശേഷം യേശുവും തന്റെ വിശുദ്ധന്മാരും സ്വർഗ്ഗത്തില് അവര് എന്നും എന്നേക്കും ഒന്നിച്ചു വസിക്കും. And the place that we are called to be is New Jerusalem, the highest place in eternity. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥലമായ പുതിയ യെരൂശലേമിലായി തീരുവാനാണ്. Eye has not seen, ear has not heard, heart has not imagined what God has prepared for us. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. Before the Bible closes, വേദപുസ്തകം അടയുന്നതിന് മുമ്പ് Jesus says, surely I come quickly. തീർച്ചയായും ഞാൻ വേഗം വരുന്നു. Read that please, the second last verse of the Bible. വേദപുസ്തകത്തിലെ അവസാനത്തതിന് തൊട്ടു മുമ്പുള്ള വാക്യം. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. Even which testified these things saith, surely I come quickly. He which testifieth these things, that means it's Jesus talking, because he's saying I am coming quickly. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതായത് യേശുവാണ് പറയുന്നത്. കാരണം പറയുന്നത് ഞാൻ വേഗം വരുന്നു എന്ന്. He who testified that the builders were rejected. He who testified that the builders were rejected. വീട് പണിയുന്നവർ തള്ളിക്കളയുന്നവരാണ് സാക്ഷീകരിക്കുന്നത്, കളഞ്ഞവനാണ് സാക്ഷീകരിക്കുന്നത്. Jesus, the one who testified that the builders are going to be rejected. വീട് പണിയുന്നവർ തള്ളിക്കളയും എന്ന് സാക്ഷീകരിച്ചവൻ. And that Jesus who testified that if you fall on me you will be broken. നിങ്ങൾ എന്റെ മേൽ വീണാൽ തകർന്നു പോകും എന്ന് സാക്ഷീകരിച്ച യേശു. And that Jesus who testified if I fall on you you will be ground to powder. ഞാൻ നിങ്ങളുടെ മേൽ വീണാൽ നിങ്ങൾ ധൂളിയായി പോകുമെന്ന് സാക്ഷീകരിച്ച യേശു. And that Jesus who testified about the 1000-year millennium. 1000 ആണ്ട് സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് സാക്ഷീകരിച്ചവനായ യേശു. And that Jesus who testified that he's going to sit on a white throne and judge the alive and judge all the dead. ഒരു വെള്ള സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മരിച്ച ആബാലവൃദ്ധം പേരെയും ന്യായം വിധിക്കുമെന്ന് സാക്ഷീകരിച്ച യേശു. Finally, after saying all these things up to the coming eternity, says, surely I come quickly. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം, വരുവാനുള്ള നിത്യതയെ കുറിച്ച് കൂടി പ്രസ്താവിച്ചതിന് ശേഷം യേശു പറയുകയാണ്, അതെ ഞാൻ വേഗം വരുന്നു. So that's the final message of the Bible. അത് വേദപുസ്തകത്തിലെ അവസാന സന്ദേശമാണ്. Some years ago in a faith home, Children's Day program was going on. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിശ്വാസ വീട്ടില് കുഞ്ഞുങ്ങളുടെ ദിനത്തിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. And on the stage little children were enacting in a drama what will happen when we are left behind. ആ സ്റ്റേജിൽ വന്ന ചില ചെറിയ കുട്ടികള് നാം കൈവിടപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് അഭിനയിച്ച് കാണിക്കുകയായിരുന്നു. Some are caught up, some are left behind. ചിലർ എടുക്കപ്പെടുന്നു, ചിലര് കൈവിടപ്പെടുന്നു. What will happen in this world after that? അതിനുശേഷം ഈ ലോകത്തിൽ എന്ത് സംഭവിക്കും? So after that drama was over, ആ നാടകം കഴിഞ്ഞതിന് ശേഷം the brother in charge came to give the word of God. അവിടെയുള്ള സഭാ ശുശ്രൂഷകൻ വചനം പറയുവാനായിട്ട് വന്നു. He said, now you can see the stage and some children are on the stage and they are acting this drama. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റേജ് കാണാം, ചില കുട്ടികൾ ഇതിന് ചുറ്റും ഇരിപ്പുണ്ട്, അവരാണ് ആ നാടകം അഭിനയിച്ചത്. And you are watching. നിങ്ങൾ അത് കണ്ടുകൊണ്ട് വരുന്നു. But when Jesus comes, എന്നാൽ യേശു വരുമ്പോൾ this whole hall is going to become the stage. ഈ ഹോൾ മുഴുവൻ സ്റ്റേജ് ആകുവാൻ പോകുന്നു. Some of us are going to be taken up really, some of us are going to be left behind really. യഥാർത്ഥമായി നമ്മിൽ ചിലർ എടുക്കപ്പെടുവാൻ പോകുന്നു, യഥാർത്ഥമായി ചിലർ നമ്മിൽ ചിലർ കൈവിടപ്പെടുവാൻ പോകുന്നു. For years we are listening to this sermon, Jesus is coming, Jesus is coming. The Bible also says, surely I am coming. അനേക വർഷങ്ങളായി ഈ ദൂത് കേട്ടുകൊണ്ടിരുന്നു, യേശു വരുന്നു, യേശു വീണ്ടും വരുന്നു. വേദപുസ്തകം പറയുന്നു, അതെ ഞാൻ വേഗം വരുന്നു. There are many people who are asking this question. You keep saying Jesus is coming, yet that's happening, this is happening, and he's not come. ചിലർ ഇപ്രകാരം ചോദിക്കാറുണ്ട്, നിങ്ങളാണല്ലോ യേശു വരുന്നു എന്ന് പറയുന്നത്, അത് സംഭവിക്കുന്നു ഇത് സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നു, പക്ഷെ അവൻ വന്നില്ലല്ലോ.
I say an answer to that question, thank God he's not come. ഞാൻ അതിന് ഉത്തരമായി പറയുന്നത് അവൻ വരാത്തതിന് വളരെ നന്ദിയുണ്ട് എന്നാണ്. He's not come because we are not ready, and we are asking he's not come in mockery. നാം ഒരുങ്ങാത്തത് കൊണ്ടാണ് അവൻ വരാതിരിക്കുന്നത്. നാം എന്നിട്ട് പരിഹസിച്ച് ചോദിക്കുകയാണ് അവൻ എന്താ വരാത്തതെന്ന്. The Bible says he's long suffering, that's why he's not coming. വേദപുസ്തകം പറയുന്നത് അവൻ ദീർഘക്ഷമയുള്ളവനാകുന്നു, അതുകൊണ്ടാണ് അവൻ വരാതിരിക്കുന്നത്. But he can't be eternally long suffering. One day he will come. എന്നാൽ നിത്യമായി അവൻ ദീർഘക്ഷമയുള്ളവനല്ല. ഒരു ദിവസം അവൻ വരും. One day the sermon is going to change. ഒരു ദിവസം പ്രസംഗം മാറുവാൻ പോകുന്നു. It's not going to be Jesus is coming soon, Jesus is coming soon. യേശു വേഗം വരുന്നു, യേശു വേഗം വരുന്നു എന്നല്ല പറയുന്നത്. Somebody who's left behind will preach Jesus has come and we are still here. കൈവിടപ്പെട്ടു പോയവരിൽ ഒരാൾ പ്രസംഗിക്കും, യേശു വന്നുപോയി, നാം ഇവിടെ കൈവിടപ്പെട്ടു. And that should not happen to us. That's why he is waiting for us. അത് നമുക്ക് സംഭവിക്കരുത്. അതുകൊണ്ടാണ് അവൻ നമുക്കായി കാത്തിരിക്കുന്നത്. Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Who is Jesus in your life? യേശു നിന്റെ ജീവിതത്തിൽ ആരാകുന്നു? Is he just some supplier of your needs? നിന്റെ ആവശ്യങ്ങൾ നൽകി തരുന്നവൻ മാത്രമാണോ? When you want a job, you just go to him and pray. നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ അവന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുന്നു. Just like if your personal needs, whenever you need him, you go and approach him. നിങ്ങൾക്ക് വ്യക്തിപരമായി ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവന്റെ അടുക്കൽ പോകുന്നു. But after that and before that, you have nothing to do with him. അതിനു മുമ്പും അതിനുശേഷം നിങ്ങൾക്ക് അവനുമായിട്ട് ഒരു കാര്യവുമില്ല. These 3-4 days we have been hearing who that Jesus is. ഈ 3-4 ദിവസങ്ങളിൽ യേശു ആരാകുന്നു എന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. He's not a toy, he's not a doll. അവനൊരു കളിപ്പാട്ടമല്ല, ഒരു പാവയുമല്ല. He's not our small brother. അവൻ നമ്മുടെ ഒരു അനുജനല്ല. He is King of kings and Lord of lords. അവൻ രാജാധിരാജാവും കർത്താധികർത്താവുമാകുന്നു. He's a stone, the cornerstone in Zion. അവൻ സിയോനിലെ മൂലക്കല്ലാകുന്നു. He's a promoted stone, a sure foundation. താൻ ഉയർത്തപ്പെട്ട കല്ലാകുന്നു, ഇളകാത്ത അടിസ്ഥാനമാകുന്നു. If you resist that stone, you'll be broken. If that stone resists you, you'll be ground to powder. നീ ആ കല്ലിനോട് എതിർത്ത് നിന്നാൽ നീ തകർന്നു പോകും. ആ കല്ല് നിന്നോട് എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ നീ പൊടിയായി പോകും. He is the King of kings and Lord of lords. അവൻ രാജാധിരാജാവും കർത്താധികർത്താവുമാകുന്നു. He's the coming judge of the universe. അവൻ ഈ പ്രപഞ്ചത്തിന്റെ വരുവാനുള്ള ന്യായ കർത്താവാകുന്നു. Every human being who ever lived on this planet is going to stand before him and give account of their lives. ഈ ഭൂമിയിൽ എന്തെങ്കിലും ജീവിച്ചിരുന്ന ഓരോ മനുഷ്യരും അവന്റെ മുമ്പാകെ അന്ന് നിന്നിട്ട് തങ്ങളുടെ ജീവിതത്തിന്റെ കണക്ക് കൊടുക്കേണ്ടി വരും. That Jesus in the closing words of this message is telling you and me, surely I come quickly. ഈ സന്ദേശത്തിന്റെ ഈ ദൂതിന്റെ അവസാന വാക്കുകളായി ആ യേശു ഇന്ന് നിന്നോടും എന്നോടും അരുളി ചെയ്യുകയാണ്, അതെ ഞാൻ വേഗം വരും. We are very bad. നാം വളരെ മോശമാണ്. We cannot be changed at all. നമുക്ക് ഒരിക്കലും മാറുവാൻ കഴിയുകയില്ല. Only one person can change us. ഒരേ ഒരു വ്യക്തിക്ക് നമ്മെ മാറ്റുവാൻ കഴിയുകയുള്ളൂ, God. ദൈവം. He has done everything to change us. നമ്മെ മാറ്റുവാൻ അവനെല്ലാം ചെയ്തിരിക്കുന്നു. He sent Jesus to die for us. അവൻ യേശുവിനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ അയച്ചു തന്നു. And Jesus went and sent the Holy Spirit to be with us till we are changed. യേശു സ്വർഗത്തിലേക്ക് ചെന്ന് നമ്മോടുകൂടി ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. എന്നിട്ടും നാം മാറിയിട്ടില്ല. Past 2000 years, the Holy Spirit is amongst us. കഴിഞ്ഞ 2000 വർഷമായി പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേയുണ്ട്. He is with us, he is in us. അവൻ നമ്മുടെ മധ്യേയുണ്ട്, നമ്മുടെ ഉള്ളിലുമുണ്ട്. Very soon a voice is going to be heard. അതിവേഗം ഒരു ശബ്ദം നാം ശ്രവിക്കുവാൻ പോകുന്നു. The Holy Spirit is going to look up to Jesus and say, come. പരിശുദ്ധാത്മാവ് യേശുവിനെ നോക്കി വരിക എന്ന് പറയും. The bride is ready. മണവാട്ടി ഒരുങ്ങിയിരിക്കുന്നു. At the same time, the bride also will look up to Jesus and say, come Lord Jesus, I am ready. അതേസമയം മണവാട്ടിയും യേശുവിനെ നോക്കിയിട്ട് പറയും, ആമേൻ കർത്താവേ വരണമേ, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. Then Jesus will come. അപ്പോൾ യേശു വരും. In a flash, in the twinkling of an eye, in lightning speed, suddenly people will disappear. കണ്ണിമിക്കുന്നതിനിടയിൽ ഒരു ഇടിമുഴക്കത്തിന്റെ ആ വേഗതയിൽ മനുഷ്യർ അപ്രത്യക്ഷരാകും. Who are they? ആരാണവർ? They are the overcomers. അവരാണ് ജയാളികൾ. Who are the overcomers? ആരാണ് ജയാളികൾ? Those who know how to love their enemies, they are the overcomers. ശത്രുവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അറിയുന്നവർ, അവരാണ് ജയാളികൾ. Those who will face situations where they can be offended but still they continue to overcome. ഇടർച്ച
വരുന്ന സാഹചര്യങ്ങൾ നേരിട്ടാലും അതിനെ നേരിടുവാൻ അറിയുന്നവരാണ് ജയാളികൾ. Where tests come against their holiness and still they stand for holiness. വിശുദ്ധിക്ക് വിരോധമായിട്ടുള്ള പരീക്ഷ വരുമ്പോൾ അപ്പോഴും വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുന്നവർ. Sickness will come against their body, but they will be kept by the power of God. അവരുടെ ശരീരത്തിന് വിരോധമായി രോഗത്തിന്റെ ശക്തി വരും, എന്നാലോ അവർ ദൈവശക്തിയാൽ കാക്കപ്പെടും. Little by little they humbled themselves, they confessed their true state, and they grew in holiness and became like Jesus. അല്പാൽപമായി അവർ അവരെ തന്നെ താഴ്ത്തിക്കൊണ്ട് അവരുടെ യഥാർത്ഥ അവസ്ഥ ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിന്റെ അതേ വിശുദ്ധിയിലേക്ക് അവർ വളരും. You and I can't become overcomers with our own strength. നമ്മുടെ സ്വന്തം ബലം കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ ജയാളിയായി തീരുവാൻ കഴിയുകയില്ല. That's why the Holy Spirit is in our midst. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേയുള്ളത്. The Holy Spirit will give us that strength to run well. നമുക്ക് നന്നായി ഓടുവാനുള്ള ബലം പരിശുദ്ധാത്മാവ് തരും. We have come to the final lap of the race of the church. ഈ ദൈവസഭയുടെ ഓട്ടത്തിന്റെ അവസാനത്തെ കുതിപ്പിലേക്ക് നാം വന്നിരിക്കുകയാണ്. When a long distance runner runs a race, ഒരു ദീർഘദൂര ഓട്ടക്കാരൻ ഒരു ഓട്ടം ഓടുമ്പോൾ he will start slowly. അവന് പതുക്കെയാണ് തുടങ്ങുന്നത്. But when he reaches the end, he will pick up speed. എന്നാൽ അവസാനത്തോട് അടുക്കുമ്പോൾ അവൻ വേഗത വർദ്ധിപ്പിക്കും. We have reached the end and we must pick up speed. നാം അവസാനത്തോട് അടുത്തിരിക്കുന്നു, നാം വേഗത വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. Maybe you are sitting here tired of your race. ഒരുപക്ഷെ നീ നിന്റെ ഓട്ട നിമിത്തം ക്ഷീണിച്ചവനായിട്ടായിരിക്കാം ഇവിടെ ഇരിക്കുന്നത്. Maybe you are sitting here fed up of your race. നിന്റെ ഓട്ട നിമിത്തം നീ മടുത്തായിരിക്കാം ഇവിടെ ഇരിക്കുന്നത്. Maybe you have slowed down, you have no strength to run fast. നിനക്ക് വേഗത്തിൽ ഓടുവാനുള്ള ബലമില്ലാത്തത് കൊണ്ട് വേഗത കുറച്ചായിരിക്കാം. Maybe you are running but you can't see where the end is. ഒരുപക്ഷെ നീ ഓടുന്നുണ്ടായിരിക്കാം, പക്ഷെ അവസാനം നിനക്ക് കാണുവാൻ കഴിയുന്നില്ല. But if you can ask the Holy Spirit to strengthen you, he will strengthen you. എന്നാൽ നീ പരിശുദ്ധാത്മാവിനോട് നിന്നെ ബലപ്പെടുത്തുവാൻ ആവശ്യപ്പെടുന്നുവെങ്കിൽ അവന് നിന്നെ ബലപ്പെടുത്തുവാൻ കഴിയും. How many want that strength now before the convention is over? ഈ കൺവെൻഷൻ അവസാനിക്കുന്നതിന് മുമ്പ് എത്ര പേർക്ക് ഇപ്പോൾ ആ ബലം ആവശ്യമുണ്ട്? Let us express our desire by putting up our hands in the presence of that God who has been speaking to us in these days. ഈ ദിവസങ്ങളിൽ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ആഗ്രഹം നമുക്ക് പ്രകടിപ്പിക്കാം. Let our God see our hands. ദൈവം നമ്മുടെ കരം കാണട്ടെ. Let the Holy Spirit see our desire. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആഗ്രഹം കാണട്ടെ. He will fill all things with all things. അവൻ സകലത്തെയും അവന്റെ നിറവിനാൽ നിറയ്ക്കും. In our weaknesses, His strength will be made perfect. നമ്മുടെ ബലഹീനതകളിൽ അവന്റെ ശക്തി തികഞ്ഞു വരുവാനിടയാകും. Those who say, I'm very weak, I need the Holy Spirit, fully put up your hands. ഞാൻ വളരെ ബലഹീനനാകുന്നു, എനിക്ക് പരിശുദ്ധാത്മാവിനെ മുഴുവനുമായി വേണം എന്ന് പറയുന്നവർ തങ്ങളുടെ കരം ഉയർത്തിയാട്ടെ. The Holy Spirit is going to fill us now. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മെ നിറയ്ക്കുവാൻ പോകുന്നു. He loves each one of us seated here. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും അവൻ സ്നേഹിക്കുന്നു. He's going to strengthen our vision to see the end of our journey. നമ്മുടെ യാത്രയുടെ അവസാനം കാണുവാൻ അവൻ നമുക്ക് ബലം തന്ന ദർശനങ്ങൾ തരുവാൻ പോകുന്നു. You may be a slow runner, but by the grace of God, you are going to pick up speed now. നീ പതുക്കെ ഓടുന്ന ഒരു വ്യക്തി ആയിരിക്കാം, പക്ഷെ ദൈവ കൃപയാൽ നിറഞ്ഞ ഇപ്പോൾ നീ വേഗത ആർജിക്കുവാൻ പോകുന്നു. You may have stopped running, you are tired sitting on the side, but now the Holy Spirit is going to quicken you and make you run once again. നീ ഒരുപക്ഷെ മടുത്തു പോയിട്ട് ഓട്ടം നിർത്തി വശത്ത് എവിടെയെങ്കിലും പോയി ഇരിക്കുകയായിരിക്കാം, എന്നാൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിന്നെ ജീവിപ്പിച്ചിട്ട് നീ വീണ്ടും ഓടുവാൻ പോകുന്നു. Now let the Holy Spirit take over. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. Let Him fill our minds and our bodies and our souls. അവർ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ പ്രാണനെ, നമ്മുടെ ശരീരത്തെ നിറയ്ക്കട്ടെ. An anointing is coming down. ഒരു അഭിഷേകം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. This is not just noise. ഇത് വെറും ഒരു ശബ്ദമല്ല, This is heaven interacting with earth. ഇത് സ്വർഗം ഭൂമിയോട് ഇടപെടുന്നതാണ്. It is God meeting man. ഇത് ദൈവം മനുഷ്യനെ സന്ദർശിക്കുന്നതാണ്. In this anointing, the head of our enemy is going to be crushed. ഈ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ശത്രുവിന്റെ തല തകർക്കപ്പെടുവാൻ ഇടയാകും. It is an anointing where kings and lords are going to be sanctified. രാജാക്കന്മാരും പ്രഭുക്കന്മാരും വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അഭിഷേകമാകുന്നു ഇത്. In this silence, let the anointing come. ഈ നിശബ്ദതയിൽ
അഭിഷേകം ഇറങ്ങി വരട്ടെ. If that anointing comes upon you, ഈ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങി വരുന്നുവെങ്കിൽ don't worry about those who are with you, near you. നിന്റെ അടുത്തോ നിന്റെ കൂടെയോ ഉള്ളവരെ കുറിച്ച് നീ ദുഃഖിക്കേണ്ട. Like those two disciples, when Jesus walked with them, their hearts started burning. രണ്ട് ശിഷ്യന്മാർ യേശുവിനോട് കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. Now if you feel Jesus next to you, your heart will start burning. ഇപ്പോൾ നിനക്ക് യേശുവിനെ നിന്റെ അടുക്കൽ അനുഭവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിന്റെ ഹൃദയം കത്തുവാൻ തുടങ്ങും. And then your tongues will speak in a new language. അപ്പോൾ നിന്റെ നാവ് പുതിയ ഭാഷകളിൽ സംസാരിക്കും. That means the Holy Spirit is taking control. അതായത് പരിശുദ്ധാത്മാവ് നിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്നാണ്. The Holy Spirit is preparing you to be His bride. പരിശുദ്ധാത്മാവ് നിന്നെ അവന്റെ മണവാട്ടിയായിട്ട് ഒരുക്കുന്നു. Very soon this Holy Spirit will call to Jesus and say, my son is ready, my daughter is ready. എത്രയും പെട്ടെന്ന് ഈ പരിശുദ്ധാത്മാവ് യേശുവിനെ നോക്കിയിട്ട് ഇപ്രകാരം പറയുവാൻ ഇടയാകും, എന്റെ മകൻ ഒരുങ്ങിയിരിക്കുന്നു, എന്റെ മകൾ ഒരുങ്ങിയിരിക്കുന്നു എന്ന്. Let that anointing work now. ഇപ്പോൾ ആ അഭിഷേകം പ്രവർത്തിക്കട്ടെ. Give your hands to the Holy Spirit. നിങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. Give your mouth to the Holy Spirit. നിങ്ങളുടെ വായ് പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊടുക്കുക. Give your sickness to the Holy Spirit. നിന്റെ രോഗം പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊടുക്കുക. Give your trial to the Holy Spirit. നിന്റെ പരീക്ഷകൾ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊടുക്കുക. Give your failure to the Holy Spirit. നിന്റെ പരാജയങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊടുക്കുക. Give your spirit to the Holy Spirit. നിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊടുക്കുക.